അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും കണിശതയോടുകൂടെ കൃത്യതയോടുകൂടെ കൊണ്ടു നടക്കണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ പരിപൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തി ഈമാൻ കിട്ടി മരിച്ച് ഖബറിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞ് നാളെ പരലോകത്തുള്ള നൃത്തവും വിചാരണയുമെല്ലാം എളുപ്പമായി കിട്ടി ആദ്യ അവസരത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശനം സിദ്ധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ ഇരിക്കുന്ന നമ്മെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ സൽക്കർമ്മങ്ങളും അതിൻ്റെ പരിക്കുകളും പ്രഹരങ്ങളുമൊക്കെ എത്രയുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് പരിപൂർണാർത്ഥത്തിൽ നമ്മളിൽ നിന്നും സ്വീകരിക്കുന്നതോടൊപ്പം നാളിതുവരെ നമ്മുടെ ലൈഫിൽ വന്നു പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു വലിയ സ്വപ്നത്തിലാണ് നമ്മളുള്ളത്. ലൈലത്തുൽ ഖദർ എന്ന മഹനീയമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നേടിയെടുക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ റബ്ബ് നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരല്പസമയം നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിട്ടുള്ള മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ബാധ്യതകളുമായി ബന്ധപ്പെട്ട് 10ഓളം കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ പലരോടും പല നിലക്കും കടപ്പെട്ടവരാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കടപ്പാട് അതൊരു ഭംഗി വാക്കല്ല, അത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. കാരണം ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു സ്വർഗ വഴിയിൽ ഒരുമിച്ചിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ അല്ലാഹ് കഴിഞ്ഞാൽ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒരിക്കലും നമുക്ക് പറഞ്ഞാലും തീരുന്നതല്ല. എല്ലാം മറന്ന് പ്രവാചകൻ ജീവിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു. ഓരോ വഖത്തിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് അവിടത്തേക്ക് മാത്രമല്ല, നമുക്ക് കൂടെ വേണ്ടിയായിരുന്നു. ഒരിക്കൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. പ്രവാചകരെ, താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ആയിഷത മാ തഖദ്ദമത് മിൻ ദംബിഹാ വമാ തഅഖറത് വമാ അസറത് വമാ അലനത്. അല്ലാഹുവേ, എൻ്റെ ആയിഷക്ക് നീ അവളുടെ ജീവിതത്തിൽ മുൻപ് ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാം നീ പുറത്തു കൊടുക്കണേ എന്നാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഉമ്മക്ക് വല്ലാത്ത സന്തോഷം. മഹദി ചിരിച്ചു. പ്രവാചകൻ്റെ മടിത്തട്ടിലേക്ക് സന്തോഷത്താൽ അവർ തലചായ്ച്ചു. അയസുറുക്കി ദുആഇ യാ ആയിഷ, ആയിഷ, എൻ്റെ ഈ പ്രാർത്ഥന നിന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? പ്രവാചകരെ, എനിക്കെങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും? കാരണം അങ്ങൊന്നല്ലയോ എനിക്ക് വേണ്ടി ഇത്ര വലിയ കനപ്പെട്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. അത് ആ ഹദീസിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ കഴിയും. വല്ലാഹി ഇന്നഹാ ലിദുആഇ ലിഉമ്മതി ഫീ കുല്ലി സ്വലാ. അല്ലാഹു ആണേ സത്യം, ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് എൻ്റെ ഉമ്മത്തിൽ ഓരോരുത്തർക്കും വേണ്ടി എല്ലാ നമസ്കാര വേളയിലും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങൾ, അത്ര വരെ നമുക്ക് വേണ്ടി കാലേ കൂട്ടി നന്മകൾ ചെയ്തു വെച്ചു അള്ളാഹിൻ്റെ റസൂൽ. ആ അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് ബാധ്യതയില്ലേ? തീർച്ചയായും ഉണ്ട്.
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തിയെ ഇനി നമ്മുടെ മുൻപിൽ കിട്ടൂല. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പരലോകത്തിലാണ് കാണുക. റബ്ബിൻ പ്രവാചകൻ്റെ ചാരത്ത് സ്വർഗത്തിൽ ഒരിടം നൽകി റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ പ്രവാചകനോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുന്നത്തിനോടുള്ള ബാധ്യതയാണ്. പ്രവാചകനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുന്നത്തിനോടുള്ള ഇഷ്ടമാണ്. അപ്പം എന്താണ് സുന്നത്ത്? പണ്ഡിതന്മാർ പറഞ്ഞു, വമാ ഉളീഫ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീരിൻ ഔ സിഫ. പ്രവാചകനിലേക്ക് ചേർത്തിയിട്ട് പ്രവാചകൻ്റെ വാക്കെന്ന് പറഞ്ഞത്, പ്രവാചകൻ്റെ പ്രവർത്തനം, പ്രവാചകൻ്റെ മൗനാനുവാദം, പ്രവാചകൻ്റെ വിശേഷണം, ഇങ്ങനെ അള്ളാഹിൻ്റെ റസൂലിലേക്ക് ചേർത്തിയിട്ട് ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം സുന്നത്താണെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ആ സുന്നത്തിനെ പഠിക്കാൻ, അതിൻ്റെ ചാരത്തൊന്നിരിക്കാൻ, ബാക്കിയുള്ള തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് പ്രവാചകനൊന്ന് അടുത്തറിയുന്നതോടൊപ്പം ജീവിതത്തിൻ്റെ പച്ചയായ ഇടങ്ങളിലേക്ക് അതിനെ ചേർത്ത് വെക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് അള്ളാഹിൻ്റെ റസൂലിനുള്ള ബാധ്യത നിറവേറ്റാൻ കഴിയുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റിയാൽ നമുക്ക് കിട്ടുന്ന മെച്ചം എന്താണ്? എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ആദ്യം ചോദിക്കുക എന്തുണ്ട് മെച്ചമെന്നാണ്, അല്ലേ? എങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ടും പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നു പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ അർത്ഥത്തിലും നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളും പ്രവാചകൻ്റെ ഹദീസിലും പരതുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഒന്നെന്താണെന്നറിയോ? റഹ്മാനായ റബ്ബിനെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമാണ് പ്രവാചകൻ്റെ സുന്നത്തിനെ നമ്മൾ പഠിക്കുക എന്നുള്ളത്. കാരണം എന്താ? അള്ളാഹിൻ്റെ റസൂലിനെ അയച്ചതാരാ? അള്ളാഹുവാണ്. എന്തിനയച്ചത്? നമുക്ക് നേർമാർഗം കാണിച്ചു തരാൻ, അല്ലേ? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പറഞ്ഞത് മുഴുവനും അള്ളാഹു കൊടുത്ത വഹ്യാണ്. എങ്കിൽ വമൻ അത്വഅനി, എന്നെ ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആരെപ്പോലെയാണ്? അവൻ അള്ളാഹുവിനെ അനുസരിച്ച് തുല്യമാണ് എന്ന. അപ്പം റബ്ബിനെ അനുസരിക്കാൻ നാം ബാധ്യസ്ഥനാണോ? എങ്കിൽ എത്ര സമയമുണ്ടാക്കിയിട്ടാണെങ്കിലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രം പഠിക്കാനും അവിടുത്തെ ചര്യകൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ആ ഒരു ഏരിയ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എങ്കിൽ അത് ഏതുപോലെയാണ്? റബ്ബിനെ അനുസരിക്കാത്തവന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല, എങ്ങനെ ജീവിക്കണമെന്ന കൃത്യമായ റൂട്ട് നമുക്ക് കാണിച്ചു തന്നു. അത് പ്രാക്ടിക്കലായിക്കൊണ്ട് ചെയ്ത് കാണിച്ചു തരാൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു തന്നു. നമ്മുടെ ഇടയിലൂടെ പ്രവാചകൻ ജീവിച്ചൊരു 63 വർഷം, 23 വർഷം പ്രവാചകനായി ജീവിച്ചത് മുഴുവനും നമുക്കുള്ള പാഠമാണ്. ആ പ്രവാചകൻ്റെ ജീവിതത്തെ കൊണ്ടുവരുന്നതിലാണ് നമ്മുടെ സുരക്ഷിതത്വം, ഇഹലോകത്തിലെയും നാളെ പരലോകത്തിലെയും. ആ പ്രവാചകൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്നതിലാണ് നമുക്കുള്ള സമാധാനം. ആ പ്രവാചകൻ്റെ സുന്നത്തിനെ എത്ര കണ്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ അതിൻ്റെ ഗ്രാഫ് അനുസരിച്ചിട്ടായിരിക്കും റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടവും തൃപ്തിയും നമുക്ക് ലഭിക്കുക എന്നാണ്. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിജയം വേണോ? നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം വേണം, നമ്മളെന്താ മറുപടി പറയാം? വേണമെന്നോ വേണ്ടെന്നോ? വേണം, അല്ലേ? നമ്മൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിനാണ് ഈ പെടാപ്പാടൊക്കെ. എങ്കിൽ റഹ്മാനായ റബ്ബ് പറയാണ്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അദീമ. ആരാണ് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചത് എങ്കിൽ അവനാണ് ശരിക്കുള്ള വിജയം കൊയ്തത് എന്ന. പിന്നെ റബ്ബ് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് വേണോ? വേണ്ടേ നമുക്ക് റഹ്മത്ത്? നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് നാളെ പരലോകത്ത് രക്ഷ ഉണ്ടോ? ഇല്ല, അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിയാലല്ലാതെ. എങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് കിട്ടുന്ന വിഭാഗം ഏതാ? അവിടെയും റബ്ബ് പറഞ്ഞു, അത്തിഉല്ലാഹ വറസൂൽ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും എല്ലാ അർത്ഥത്തിലും അനുസരിക്കണം, ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടുമെന്ന. സഹോദര, ഹിദായത്ത് കിട്ടിയവരാ നമ്മൾ. ഹിദായത്തിലായിരിക്കെ മരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ ആഗ്രഹം അതാണ്, അല്ലെങ്കിൽ അതാണ് ആകേണ്ടത്. എന്താ മാർഗം? അവിടെ ഈ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തബിഊഹു, നിങ്ങൾ ആ പ്രവാചകനെ പിൻപറ്റൂ, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുമെന്നാണ്. വീണ്ടും നമ്മൾ
അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ നെഞ്ചത്ത് കെട്ടി ചോദിച്ച ചോദ്യം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലേ? അള്ളാഹുവെ, നേരായ മാർഗത്തിൽ നീ എന്നെ നയിക്കണേ നമ്മൾ ചോദിച്ചു. എങ്കിൽ ആ നേരായ മാർഗം ആരാ നമുക്ക് കാണിച്ചു തരേണ്ടത്? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് വ ഇന്നക ലതദ്ഊഹും ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയേ, താങ്കൾ അവരെ ക്ഷണിക്കുന്നത് എവിടേക്കാ? സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് എന്ന. സഹോദര, ഇതിനൊക്കെ സർവോപരി നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗമാണ്, അല്ലേ? എഴുത്തിക്കാഫ് ഇരിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മൾ ആഗ്രഹിച്ച സ്വർഗമാണ്. നോമ്പ് നോറ്റതിൻ്റെ പിന്നിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗമാണ്. റമദാൻ കഴിഞ്ഞാലും ഇനി നമുക്ക് വേണ്ടത് സ്വർഗമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇൻ കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, ചില ആളുകൾ ഒഴികെ. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവനൊഴികെ എന്ന് പറഞ്ഞു. അത് സ്വഹാബാക്കൾക്ക് പരിചയമുള്ള പദമായിരുന്നില്ല. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ യഅബാ, എന്താണ് ഈ വിസമ്മതിച്ചവർ, അവരാരാണ്? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. എന്നെ അനുസരിച്ച് ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ മുച്ചൂടു മേഖലകളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിലേക്ക് തട്ടിച്ചു നോക്കി ജീവിച്ചവനാരോ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതിന് വിമുഖത കാണിച്ചവനാരോ, മാറി മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് ജീവിതത്തെ അങ്ങോട്ട് പറിച്ച് നട്ടതാരോ, അവനാണ് ശരിക്കുള്ള വിസമ്മതിച്ചവൻ അഥവാ സ്വർഗത്തിലേക്ക് പോകാത്തവനെന്ന് പറയുമ്പോൾ സ്വർഗപ്രവേശനം ആർക്ക് മാത്രമാണ്? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റിയവനാണ് എന്ന. അതുകൊണ്ടാണ് മഹാനായ മാലിക് ബിനു അനസ് റഹിമത്തുല്ലാഹി അലൈഹി വളരെ സുന്ദരമായൊരു വചനം പറഞ്ഞു. എന്താണെന്നറിയോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിൻ്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ, അല്ലേ? കപ്പലിൻ്റെ ചരിത്രം എന്താ സംഭവം? ഇർകബ് മഅന, അല്ലേ? ഞങ്ങളുടെ കൂടെ കയറിക്കോന്ന് പറഞ്ഞു. അന്ന് കയറിയവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. സ്വന്തം മകൻ പോലും വിസമ്മതിച്ചു. രക്ഷപ്പെട്ടോ? ഇല്ല. ഈ നൂഹ് നബിയുടെ കപ്പലിലേക്ക് തുലനപ്പെടുത്തിയിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു വെച്ച വാചകം എന്താണെന്നറിയോ? അസ്സുന്നതു സഫീനതു നൂഹിൻ, അസ്സുന്നതു സഫീനതു നൂഹിൻ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് നൂഹിൻ്റെ കപ്പലാണ് എന്നാണ്. നൂഹിൻ്റെ കപ്പലാണ്. ഫമൻ വമൻ റകിബഹാ നജാ. ആ കപ്പലിലേക്ക്, സുന്നത്താകുന്ന കപ്പലിലേക്ക് ആരാണോ കയറിയത് അവനെ രക്ഷപ്പെടൂ. വമൻ തഖല്ലഫ അൻഹാ ഗരിക. ആ സുന്നത്തിൽ നിന്നും പിന്നിട്ട് നിന്നവനാരോ, എനിക്ക് പറ്റൂല, അതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല. അതൊന്നും 6-ാം നൂറ്റാണ്ട് വണ്ടി കിട്ടാത്തവരുടെ ഏർപ്പാടാ. കാലഘട്ടത്തിൻ്റെ തുടിപ്പും മിടിപ്പും അറിയാത്തവൻ്റെ ചര്യ. ഓനിക്കൊക്കെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞ് ആരാണോ അതിൽ നിന്നും സുന്നത്തിൽ നിന്നും മാറി നിന്നവൻ അവൻ മുങ്ങി നശിക്കുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സുന്നത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പറയുമ്പോൾ അത് ഖുർആനിനെ അവഗണിക്കലല്ല. നമ്മൾ സുന്നത്ത് പറയുമ്പോൾ ഖുർആൻ എന്നുള്ള വേറെയാണ് നമ്മൾ കരുതേണ്ടതില്ല. ഖുർആനിൻ്റെ പൂർത്തീകരണമാണ് സുന്നത്ത്. സുന്നത്തില്ലാതെ ഖുർആനുമില്ല, ഖുർആനില്ലാതെ സുന്നത്തുമില്ല. രണ്ടും പരസ്പരം പൂരകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ സൂചിപ്പിച്ചു വന്നത് സുഹൃത്തുക്കളെ, സമയത്തിൻ്റെ പരിമിതിയിൽ ഞാൻ വേഗത്തിൽ പറയുക അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് സുന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ മനസ്സിലേക്ക് ഇത് വന്നിട്ടുണ്ടാവും, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ശരി, ഇനി നമുക്ക് ആ സുന്നത്തിനോടുള്ള ബാധ്യത എന്താണ്? സുന്നത്തിനോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ച, മൗനാനുവാദം കാണിച്ചെന്ന, പ്രവാചകൻ്റേതായി വന്ന വിശേഷങ്ങളടങ്ങിയ ആ ചര്യയോട് നമ്മുടെ സമീപനം എന്താകണം? എന്തൊക്കെ ചെയ്താലാണ് നാളെ പരലോകത്തെത്തുമ്പോൾ ഈ ആ സുന്നത്തിനോടുള്ള ബാധ്യത പൂർത്തീകരിച്ചവനാണ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ആനുകൂല്യങ്ങൾ മുഴുവനും കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരു 10 കാര്യം മിനിമം നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട 10 കാര്യം ഷെയ്ഖ് തൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന കാര്യത്തെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 1, മഹബ്ബത്തുഹ. എന്താ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ? ഇഷ്ടം, അല്ലേ? ഇഷ്ടപ്പെടുക. എന്തിനെ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക എന്നതാണ്. അഥവാ സുന്നത്തായി സ്ഥിരപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, എല്ലാറ്റിനെയും മനസ്സ് തട്ടിയിട്ട് ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം.
ഒന്നിനോട് നമുക്കൊരു വിമുഖത ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മനസ്സിലെന്താ ഉണ്ടാകേണ്ട അറിയുകൾ? ഒരു സുന്നത്ത്, ഇങ്ങനെ സുന്നത്ത് ഹദീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ദഹിച്ചിട്ടില്ല എങ്കിലും അതിലാണ് ഖൈറ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ? ആര് പഠിപ്പിച്ചതാ? നബിയുടെ വാക്കുകളിലൂടെ, നബിയുടെ പ്രവർത്തനങ്ങളിലൂടെ, നബിയുടെ മൗനാനുവാദത്തിലൂടെ മഹാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. എങ്കിൽ എന്നെ ശരിപ്പെടുത്താൻ, എൻ്റെ സ്വർഗം ഉറപ്പിക്കാൻ, എന്നെ നല്ലൊരു മനുഷ്യനാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന മാർഗം, അതിലൊരു ഖൈറുണ്ട്, അതിലേ ഖൈറുള്ളൂ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, എല്ലാറ്റിനേക്കാൾ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണമെന്നാണ്. എല്ലാറ്റിനേക്കാളും ഇഷ്ടം. അല്ലാഹു റസൂൽ പറയാ ശരിക്കുള്ള മുഅ്മിനെ കുറിച്ചിട്ട്, വിശ്വാസം പൂർത്തീകരിക്കപ്പെട്ട വിശ്വാസിയെക്കുറിച്ച് പറയില്ല, യുക്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞ എന്നുള്ള സംഗതി അവസാനിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് നമ്മുടെ മക്കൾ, അല്ലേ? നമ്മുടെ പ്രിയതമ, നമ്മുടെ ഉമ്മ, വാപ്പ, അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പിടിച്ചത് അവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പിടിച്ചത് അവിടെയാണ്. നമുക്ക് നമ്മുടെ കുട്ടികളോടുള്ള ഹുബ്ബിനേക്കാൾ, നമുക്ക് നമ്മുടെ പ്രിയതമയോടുള്ള സ്നേഹത്തെക്കാൾ, നമുക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ കടലായ നമ്മുടെ മാതാപിതാക്കളോടുള്ള ഇഷ്ടത്തേക്കാൾ അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടാൻ കഴിയുമ്പോഴേ ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആർക്കൊക്കെ വെറുപ്പുണ്ടെങ്കിലും സ്വഹീഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ട് വന്നൊരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമില്ല എങ്കിൽ, നമ്മുടെ ഉമ്മയ്ക്ക് ഇഷ്ടമില്ല എങ്കിൽ, ഉപ്പയ്ക്ക് ഇഷ്ടമില്ല എങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ എന്ന് നാം കരുതുന്ന വന്നാസി അജ്മഈൻ, നാം ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവ്വലോക മനുഷ്യർക്കും അത് ഇഷ്ടമില്ലെങ്കിലും യു ക്യാൻ ഗോ, നിങ്ങൾക്ക് പോകാം, അല്ലേ? എൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. നമ്മൾ താടി വെക്കുന്നു, നമ്മുടെ പരിചയപ്പെട്ട ആർക്കും നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് പ്രിയം എൻ്റെ റസൂലാണ്. നമ്മൾ പർദ്ദയിടുന്നു, ആർക്കും ഇഷ്ടമില്ലെങ്കിലും എനിക്ക് ഭർത്താവിന് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഉമ്മാക്കത് ഇഷ്ടമല്ല, എൻ്റെ നാട്ടുകാർക്ക് ഇഷ്ടമല്ല, എൻ്റെ പെരക്കാർക്ക് ഇഷ്ടമല്ല, പെരക്കാർക്ക് ഇഷ്ടമല്ലാട്ടൊന്നും കാര്യമില്ല. അവരുടെ ഇഷ്ടമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, മറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. ക്യാൻസർ വന്ന് ക്യൂമ ചെയ്യാൻ വേണ്ടിയിട്ട്, താടി ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണ്ഡിതനടുത്ത് ചെന്നപ്പോൾ പറഞ്ഞ വാക്ക് എനിക്കത് വേണ്ട എന്നാണ്. ആ ചികിത്സ എനിക്ക് വേണ്ട എന്നാണ്. ഇത്രയും കാലം ഞാനിത് നീട്ടിയത് ഇതുപോലെ എന്നെ കബറിലേക്ക് ഇറക്കി വെക്കാനും, നാളെ പരലോകത്തെത്തുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ ഈ സുന്നത്തിനെ ഹയാത്താക്കിയവനായിക്കൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ ഇസ്സത്തോടുകൂടെ പോയി നിൽക്കാനും, പ്രവാചകൻ്റെ കൂടെ ചാരത്ത് പങ്കിടാനും വേണ്ടിയിട്ടാണ്. അവരൊക്കെ ആ രോമങ്ങൾക്ക് കണ്ട വില അത്രയും വലുതാണ്. സഹോദര, ആരുടെയും ഇംഗിതങ്ങൾക്ക് വഴങ്ങി സുന്നത്തിൽ നിന്നും നമ്മൾ പിറകോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം. നിര്യാണിക്ക് താഴേക്ക് പാൻസിടുമ്പോൾ, നിര്യാണിക്ക് മുകളിലേക്ക് പാൻസിടുമ്പോൾ ഒരു പക്ഷേ ആളുകൾ കളിയാക്കിയേക്കും, അല്ലേ? ഇപ്പം കളിയാക്കലുണ്ടാവില്ല. ഇപ്പം അതിങ്ങനെ കയറി കീറലും പാടായിട്ടുള്ള അവസ്ഥയിലുള്ളത്. 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കാമെന്നറിയില്ല. പണ്ടിപ്പോൾ താഴത്തേക്ക് ഇരുന്നുണ്ടായിരുന്നത്, അതിങ്ങനെ ഇട്ടടക്കുമ്പോൾ അതിന്നൊരാൾ മുകളിക്കിട്ടപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ഓനക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമാ താരം നിര്യാണിക്ക് മുകളിൽ പാൻ ഇട്ടപ്പോൾ എനിക്ക് എന്തായി, മുമ്പ് സംഭവമായി. പിറ്റേ ദിവസം മുതൽ ഓനെ അത് ഇട്ടടക്കം നടത്തി. അതല്ല സുഹൃത്തുക്കളെ, നമ്മുടെ മാനദണ്ഡം അള്ളാൻ്റെ റസൂലായിരിക്കണം. അവിടുത്തെ ചര്യയോട് ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ് ഒട്ടനേകം മാമൂലുകൾ നടക്കുന്നു. ഒരു കല്യാണ പെണ്ണ് ഒരു ദിവസം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണത്തിലെ ഒരു പെണ്ണ് ഓൾ നിസ്കരിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജാതി പുട്ടിയും പെയിൻ്റൊക്കെ പടം അടിച്ചിങ്ങണ്ട്, ഇല്ലേ? 8000 റുപ്യ 10,000 റുപ്യക്കാണല്ലോ തലേസത്തിന് മുഖത്തടിക്കാൻ. ഇതടിച്ചിട്ടാ കുട്ടി ഒതുണ്ടാക്കും മുമ്പ് ഉമ്മച്ചി പറയാണ്, 8000-ൻ്റെ മുതലാണ് പൊതുടുക്കാൻ പറ്റൂല എന്നാണ്. ആ നിക്കാഹിൻ്റെ പന്തൽ ആ കുട്ടി കുഴഞ്ഞ് വീണാൽ, അള്ളാൻ്റെ വിളിക്കുത്തരം നൽകിയാൽ അന്നത്തെ ദിവസത്തെ 5 വക്ത നിസ്കാരം ബാക്കിയാക്കിയിട്ടാണ് പോണത്. അവിടെയാണ് സമൂഹമുള്ളത്, അവിടെയാണ് സമൂഹമുള്ളത്. ആഘോഷങ്ങൾ അലതല്ലുമ്പോൾ പ്രവാചകൻ്റെ സുന്നത്തിനെ മറക്കുന്നിടത്ത് മാതൃകകളാകാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. നമ്മുടെ വിവാഹം മാതൃകയാകണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമായതൊന്നും എൻ്റെ കല്യാണപ്പന്തിൽ നടക്കൂല എന്ന് നട്ടല് നിവർത്തിയിട്ട് പറയാൻ
കുടുംബത്തിൻ്റെ നാഥനക്ക് കഴിയണം. ആരൊക്കെ അരിക്കാക്കിയാലും ആരൊക്കെ നമ്മളെ വേണ്ടെന്ന് വെച്ചാലും നമ്മുടെ കൂടെ റബ്ബുണ്ട് എന്ന ബോധത്തോടു കൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലേ? ഒരു മണവാട്ടി എങ്ങനെ ഇറങ്ങണം? പ്രവാചകൻ്റെ സുന്നത്ത് ഏറ്റവും കൂടുതൽ അന്ന് ഹയാത്താക്കേണ്ട ദിവസം അതാണ്. കാരണം നിക്കാഹ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ്. റബ്ബിന് ഇഷ്ടമില്ലാത്തന്ന് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. വധു വരൻ അന്നത്തെ ഒരു ദിവസം തുടങ്ങേണ്ടത് തന്നെ നിസ്കരിച്ചു കൊണ്ടാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുന്നത്തായ നിസ്കാരം കൂടെ തുടങ്ങണമെന്നാണ് പറഞ്ഞത്. അന്നത്തെ ദിവസം ഫർള് പോലും ഒഴിവാക്കുന്ന ഗതികേടെന്ന് പറഞ്ഞാൽ സുഹൃത്തെ, ആ സുന്നത്തിനെ പുനഃജീവിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് പറയാനുള്ളത്. മാറി മാറി വരുന്ന മോഡലുകൾ അല്ലേ? ഒരു കൊല്ലം ഒരു 6 മാസമൊക്കെ ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച 3 ആഴ്ചക്ക് ഒരു മോഡലിൻ്റെ ഏറ്റവും വലിയ വാലിഡിറ്റി. അത് കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് മാറ്റണം, അത് മാറിക്കഴിഞ്ഞാൽ അവനക്ക് മുടി മാറ്റണം. ഇങ്ങനെ മാറണം. ഒരു നിലപാടില്ലാത്ത അവസ്ഥ അല്ല. ആളുകൾ എന്തൊക്കെ മാറിക്കഴിഞ്ഞാലും നമ്മുടെ റോൾ മോഡൽ, നമ്മുടെ നിലപാട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലെ കൂട്ടി പറഞ്ഞു വെച്ചു. അവിടെ നിൽക്കാൻ കഴിയണം. അതിനോളം വരില്ല സുഹൃത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹെയർ സ്റ്റൈൽ. അതിനപ്പുറത്തേക്കൊരു മുന്തിയ ഹെയർ സ്റ്റൈൽ ഇലാ യൗമിൽ ഖിയാമ വരാനില്ല. പ്രവാചകൻ്റെ ഡ്രസ് കോഡ്, അതിനേക്കാൾ മുന്തിയ പരിശുദ്ധമായൊരു ഡ്രസ് കോഡ് ഇനി ലോകത്തിൽ വരാനില്ല. എത്ര വലിയ കോഴ്സുകൾ ആ വിഷയത്തിൽ നടന്നാലും, എത്ര ആളുകൾ ഗ്രാജുവേറ്റഡായി പല സംഗതികൾ പറഞ്ഞാലും, എത്ര ഫാഷൻ ഡിസൈനർമാർ ഇറങ്ങി തിരിച്ചാലും പ്രവാചകൻ അന്ന് പറഞ്ഞു വെച്ച ഡ്രസ് കോഡിനെ വെല്ലാൻ ഒരാൾക്കും കഴിയില്ല. അത് റസൂലിൻ്റെ നാവിലൂടെ റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച ഡ്രസ് കോഡാണ്. അതിലാണ് നമ്മുടെ ഇസ്സത്ത്. അല്ല പറഞ്ഞതുപോലെയാണ് ഞാൻ, അല്ല പറഞ്ഞതുപോലെയാണ് എൻ്റെ സംസാരം, അല്ല പറഞ്ഞതുപോലെയാണ് എൻ്റെ എല്ലാം നോട്ടവും ഭാവവും ഇരുത്തവും നടത്തവും ഒക്കെ എന്ന് പറയുന്നതിൽ കിട്ടുന്നൊരു വൈബ് അത് വേറെയാണ്. അതാണ് നമുക്കുണ്ടാകേണ്ടത്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തെ, ഒന്നാമത്തെ കാര്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഇഷ്ടപ്പെടുക എന്നാണ്. നമ്മുടെ സ്വഹാബാക്കളൊക്കെ പ്രവാചകൻ്റെ ദിനചര്യകളെ പോലും ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനും പ്രവാചകൻക്കൊരു മനുഷ്യൻ സദ്യക്ക് ക്ഷണിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നെ അദ്ദേഹം കൊടുത്ത ഭക്ഷണം ദുബ്ബാ എന്നും ഖദീദ് എന്ന് പറയുന്ന 2 ഭക്ഷണമാണ്. അത് ഒന്നൊരു സസ്യവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്, പച്ചക്കറിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി. അതേപോലെ തന്നെ കുറച്ച് മീറ്റ്, ഇറച്ചിയുമായി ബന്ധപ്പെട്ട 2 വിഭവം കൊടുത്തു. അപ്പം കൂടെ പോയ അനസ് റളിയല്ലാഹു അൻഹുവിന് ആ സസ്യവുമായി ബന്ധപ്പെട്ട സംഗതിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല. മൂപ്പര് അവോയ്ഡ് ചെയ്യുന്ന സാധനമാണത്. അദ്ദേഹത്തിന് പേഴ്സണലി താല്പര്യമില്ലാത്ത രൂപമാണത്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ വെച്ചപ്പോൾ തന്നെ എന്നാൽ പ്രവാചകൻ ആദ്യം പോയെടുത്തത് ഏതാ? അനസ് റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമില്ലാത്ത ഈ സാധനം. ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഫലം അസൽ ഉഹിബ്ബു അദ്ദുബ്ബാ മിൻ യൗമഇദി. അന്നത്തെ ദിവസം മുതൽ എനിക്ക് ആ ഫുഡ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാണ്. എന്താ ഇപ്പോൾ പറഞ്ഞങ്ങൾ ആലോചിക്കും. ഇത് നിസ്കാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞ്, ഇബാദത്തിൻ്റെ കാര്യമാണ് പറഞ്ഞ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോർമലി ഇഷ്ടപ്പെട്ട ഒരു സംഗതി അതുവരെ ഇഷ്ടമില്ലാത്ത പ്രവാചകർക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അതിനിഷ്ടപ്പെടുന്നിടത്തേക്കാണ് സ്വഹാബത്തിൻ്റെ വളർച്ചയെങ്കിൽ നമ്മൾ ആലോചിക്കണം. നമ്മൾ എത്രത്തോളം കടപ്പെട്ട് എത്രത്തോളം ഇഷ്ടപ്പെടണമെന്ന് നമുക്കതിന്ന് കിട്ടുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ബാധ്യത എന്താണെന്നറിയോ? ഒന്നാമത്തെ ബാധ്യത എന്തായിരുന്നു? പ്രവാചകൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുക അല്ലേ? ആരേക്കാൾ പറയും? എല്ലാറ്റിനേക്കാൾ, സ്വന്തം മക്കളെക്കാൾ ഉപരി അല്ലേ? ലോകത്തിലെ മുഴുവൻ ആളുകളെക്കാൾ ഉപരി. ശരി, ആ വെയിലുണ്ടെങ്കിൽ ഒന്നും കിട്ടിയിരുന്നോളൂ കേട്ടോ, നിങ്ങൾ അതിങ്ങനെ മനസ്സിട്ട് മാറ്റും. ശരി, രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? തഅലീമു സുന്ന വ ഇജ്ലാലുഹാ വന്നദറു ഇലൈഹാ ബിഐനി തഖർറുബി വത്തശ്രീഫ് എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ മഹത്വപ്പെടുത്തുകയും അതിനെ ആദരവോടുകൂടെ നോക്കിക്കാണുകയും ചെയ്യുക എന്നതാണ്. സുന്നത്ത ഒരു കാര്യമാണോ അതിനൊരു സ്പെഷ്യൽ പരിഗണന, ഒരു ഹൈബത്ത്, ഒരു വഖാർ, ഒരു ഗൗരവം അതിനോടുണ്ടാകണം എന്നാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, പിന്നെ മൃഗങ്ങൾ പോലും അള്ളാൻ്റെ റസൂലിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നതാണ്. മൃഗങ്ങൾക്ക് പോലും അള്ളാൻ്റെ റസൂലിനോട് ബഹുമാനവും ആദരവും ഉണ്ട് എന്നാണ്. അപ്പം നമ്മളൊക്കെ എത്രത്തോളം ബഹുമാനിക്കണം, ആദരിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പം അള്ളാൻ്റെ റസൂൽ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ, ഇപ്പം നമ്മൾ എന്തിനാ ആദരിക്കേണ്ടത്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ആദരിക്കണമെന്നാണ്. അതെങ്ങനെയാണ്? പണ്ഡിതന്മാരുടെ ശ്രദ്ധ പറയാണ് സുഹൃത്തുക്കളെ.
മഹാനായ തബുഉ താബിയിൽപ്പെട്ട ഹമ്മാദ് ബിൻ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹുജറാത്തിൽ ഒരു ആയത്ത് നമുക്കൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതായത് ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി. എന്താർത്ഥം? പ്രവാചകന്റെ സംസാരത്തിന് പുറമെ അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന സംസാരങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ ഒരു സദസ്സിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിനേക്കാൾ മുകളിലോട്ട് ഇങ്ങളെ സൗണ്ട് വരാൻ പാടില്ല എന്ന്. നോർമലി കുറച്ച് ലൗഡ് വോയിസ് ഉള്ള ഒരാളുണ്ടായിരുന്നു സ്വഹാബത്ത്. മൂപ്പര് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഗാംഭീര്യരിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗാംഭീര്യമില്ല. ഈ ആയത്തിറങ്ങിയിട്ട് ആ സാധുവിനെ സദസ്സിൽ കണ്ടില്ല എന്നാണ്. കാരണം എന്താ? ഈ ആയത്തിൽ എന്താ റബ്ബ് പറഞ്ഞത്? നബിയേക്കാൾ വലിയ സൗണ്ട് നിങ്ങൾക്ക് വരാൻ പാടില്ല എന്ന്. അപ്പോൾ സാധു പേടിച്ചങ്ങാണ്ട് പോയെന്നാണ്. പിന്നെ പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ചത്. പ്രവാചകൻ പറയുമ്പോൾ അതിന് അതിരി കടന്നങ്ങാണ്ട് നമ്മൾ പറയാൻ പാടില്ല. ശരി, തബുഉ താബി എന്ന് പറയുമ്പോൾ പ്രവാചകൻ്റെ കാലത്ത് ജീവിച്ച ആളാണോ? അല്ലല്ലോ. പ്രവാചകൻ്റെ കാലം കഴിഞ്ഞിട്ട് വന്ന മഹാനുഭാവനാണ് അല്ലേ? അദ്ദേഹം ഈ ആയത്തിനെ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവന്നറിയോ? അദ്ദേഹം പറയാണ്, അറാ റഫ്അ സൗതി അലൈഹി ബഅദ മൗതിഹി കറഫ്ഇ സൗതി അലൈഹി ഫി ഹയാതിഹി. പ്രവാചകൻ മരിച്ചാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മറ്റുമൊക്കെ കേൾക്കുമ്പോൾ ഒരാളൊരു പ്രവാചകൻ ഹദീസ് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളിനേക്കാൾ നമ്മുടെ വോയിസ് കൂടുന്നുണ്ടെങ്കിൽ അതൊരു അദബുകേടാണ് എന്നാണ്. ഇദാ ഖുരിഅ ഹദീസുഹു, അതുകൊണ്ട് പ്രവാചകന്റെ ഹദീസ് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ വജബ അലൈക അൻ തൻസുത ലഹു കമാ തൻസുത ലിൽ ഖുർആൻ. നീ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ എത്രത്തോളം ശ്രദ്ധയോടുകൂടെ നീ ഇരിക്കുമോ അതുപോലെ പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കുമ്പോഴും ആ പ്രവാചകന്റെ ഹദീസ് കേൾക്കപ്പെടുന്ന വോയിസിനേക്കാൾ വലിയ സംസാരം നമ്മുടേതാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ ഒരു ഖുതുബ നടക്കുമ്പോൾ, ഒരു ഹദീസ് ക്ലാസ് നടക്കുമ്പോൾ നമ്മുടെ വക അപ്പുറത്തുള്ള സംസാരം വരുന്നത് നമ്മുടെ പണ്ഡിതന്മാർ നബി തങ്ങളുടെ ചാരത്തിരുന്ന് പ്രവാചകന്റെ സംസാരത്തേക്കാൾ തൻ്റെ സംസാരം ഉയർത്തുന്നതായിക്കൊണ്ട് കണ്ടു എന്നാണ്. അപ്പോൾ പ്രവാചകന്റെ ഹദീസ് പഠിപ്പിക്കപ്പെടുന്ന സദസ്സിൽ പോലും നമ്മൾ എത്ര ബാധ്യത നമുക്കുണ്ടെന്ന് ആലോചിച്ചു. നിങ്ങൾ ഒരു QHLS പോയിരിക്കുമ്പോൾ, ഒരു ഹദീസ് ക്ലാസ്സിൽ ഒരു ഖുതുബക്ക് ഇരിക്കുമ്പോൾ ഒരു നേർവഴി നമ്മൾ കേൾക്കുമ്പോൾ എന്തോ ആകട്ടെ, പ്രവാചകന്റെ ഹദീസുകൾ പഠിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് അതിൻ്റെ ഗൗരവം നമ്മൾ കാണിക്കണം എന്നാണ്. ഒരു ഹദീസ് ഇങ്ങനെ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്താക്കുക, നമ്മുടെ സംസാരം അവസാനിപ്പിക്കുക. നമ്മുടെ സംസാരം അവസാനിപ്പിച്ച ആ ഹദീസിന് കാതോർക്കണം എന്നാണ്. അതെന്താണ്? ആ ഹദീസിനോടുള്ള നബി തങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു വഖാറാണ്, നബി തങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു സീരിയസ്നെസ്സാണ്, ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ബാധ്യതയിൽ പണ്ഡിതന്മാർ എണ്ണിയ കാര്യമാണ്. പക്ഷെ പലപ്പോഴും എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ പലപ്പോഴും പല ആളുകളും അസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ആളുകൾ കാണാൻ പറ്റും. പല ആളുകളും പ്രവാചകൻ്റെ ഹദീസുകൾ ട്രോളുന്നത് കാണാൻ പറ്റും. കോമഡികൾ ഇറക്കുന്നു, വീഡിയോകൾ ഇറക്കുന്നു, വ്ളോഗ് ചെയ്യുന്നു അല്ലേ? എന്തിനേറെ പറയുന്നു, നഊദു ബില്ലാ. ഈ റമദാനിൽ പോലും നമ്മൾ കണ്ടു ചില സംഗതികൾ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. നോമ്പ് നോൽക്കുന്ന ഒരാളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് ഓരോരുത്തരിങ്ങനെ കാട്ടിക്കൂട്ടും ഓരോ സംഗതികൾ. തറാവിയിൽ ഇമാമിങ്ങനെ കുറച്ച് വലിയൊരു സൂറത്ത് ഓതാൻ വേണ്ടി വെക്കുമ്പോഴേക്കും ഇവിടുന്ന് തല്ലാൻ പോണ പോലെ കാട്ടുക. അപ്പോൾ ഇമാമിങ്ങനെ പിന്നെ ചെറിയ സൂറത്ത് സെലക്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു പരിഹാസം, ദീനിനെ കൊണ്ട് പരിഹസിക്കുന്ന അവസ്ഥ. അതൊക്കെ നഊദു ബില്ലാ അറിഞ്ഞും അറിയാതെയും നമ്മൾ കളിച്ചിരിയോടുകൂടെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ സുന്നത്തിനുള്ള വിമുഖതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ്റെ ഒരു വാചകം പോലും സുഹൃത്തെ ചെറുതല്ല. അത് ആളുകൾക്കിടയിൽ ഇട്ട് കളിയാക്കാനുള്ളതല്ല, കളിതമാശകളിലേക്ക് കൊണ്ടുവരേണ്ട വിഷയമല്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞില്ലേ, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും അവൻ്റെ ആയത്തുകൾ കൊണ്ടുമാണ് നിങ്ങൾ കളിയാക്കുന്നത്. ലാ തഅ്തദിറു ഖദ് കഫറതും ബഅദ ഈമാനിക്കും. നിങ്ങളൊരു ഒഴിവ് കഴിവ് പറയണ്ട, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം കുഫറിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ചില വാചകങ്ങളൊക്കെ നമ്മളെ കുഫറിലേക്ക് വരെ എത്തിക്കുമെന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ രണ്ടാമത്തെ ബാധ്യത എന്താ? രണ്ടാമത്തെ ബാധ്യത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മറ്റും നമുക്ക് കേൾക്കുമ്പോൾ അതിനൊരു ഗൗരവം കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രവാചകൻ ഇപ്പോൾ സദസ്സിലുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഇരിക്കും, നമ്മൾ എത്രത്തോളം ഒരു ഗൗരവം നമുക്കുണ്ടാകും. അതുപോലെ പ്രവാചകൻ്റെ മൊഴിമുത്തുകൾ കേൾക്കുമ്പോഴും നമ്മൾ ആ ശ്രദ്ധ കാണിക്കണമെന്നാണ് മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചു വെക്കുന്ന കാര്യം. അള്ളാഹു ആ മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
മൂന്നാമത്തെ കാര്യം ഇഅ്തിഖാദുൻ അന്നഹൽ ഹിദായത്തു കുല്ലൽ ഹിദായ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശ്വാസം വേണം. നബിതങ്ങൾ പഠിപ്പിച്ച ആ റൂട്ടുണ്ടല്ലോ, അതാണ് ശരിക്കുള്ള മാർഗം. അതിനേക്കാൾ അതിനെ വെല്ലുന്നൊരു മാർഗവും ആർക്കും ഇവിടെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ജുമുഅ ഖുതുബയിൽ കേൾക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഖൈറൽ ഹദി മുഹമ്മദ് എന്ന് പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയില്ലേ. ഏതാ ഷർറുൽ ഉമൂരി മുഹ്ദസാത്തുഹ എന്ന് പറയില്ലേ. ഏറ്റവും മോശമായ മാർഗം എന്ന് പറഞ്ഞാൽ ബിദ്അത്താണ്. ഏറ്റവും ഖൈറായ മാർഗമോ ഇന്ന ഖൈറൽ ഹദിയുകളുടെ കൂട്ടത്തിൽ, മാർഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമം ഹദിയു മുഹമ്മദിൻ്റെ മാർഗമാ. അതേതാ മാർഗം? അത് അള്ളാഹ് കാണിച്ചത് മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ വാക്കൽ കൊണ്ടുവന്ന സംഗതിയാണോ? അല്ല. നമ്മൾ ഈ അനുഷ്ഠിക്കുന്നത് മുഴുവനും നബി തങ്ങളുടെ റൂട്ടിലാണെങ്കിൽ അതൊക്കെ അള്ളാഹ് പറഞ്ഞ സംഗതിയാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ റൂട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം മാർഗങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് ഏറ്റവും ടോപ്പ് മാർഗമാണ്. നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ഏറ്റവും ടോപ്പ് മാർഗമാണ് നമുക്ക് ബോധ്യം ഉണ്ടാകണം. ഇപ്പം ചില ആളുകളൊക്കെ ജീവിതത്തിൽ പല കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാനും പല വഴികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ അപാരതയാണല്ലോ ഇപ്പോൾ. തൊട്ടതിന് പിടിച്ചോണ്ടൊക്കെ എവിടെ നമുക്ക് തന്നെ കാണാൻ കഴിയാണ്. ഭയങ്കര ബ്രാൻഡ് വാല്യൂ ആണ് അതിനൊക്കെ. ലക്ഷങ്ങളാണ് ഓരോ ക്ലാസ്സിന് ഉണ്ടാക്കുന്നത്, വാങ്ങണത്. ശരി, പക്ഷെ പലപ്പോഴും ക്യാമറൻ്റെ മുമ്പിലൊന്നും ക്യാമറയ്ക്ക് പിന്നിലൊന്നാണ് പലപ്പോഴും ഉള്ളത്. ബിസിനസ്സിനെ കുറിച്ച് വാചാലമായിക്കൊണ്ട് സംസാരിക്കുന്നു. അവനക്ക് എല്ലാ ദിവസവും ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള മോട്ടിവേറ്റ് ചെയ്യണ പണിയാണ്. ഓന് സംരംഭം തുടങ്ങിയിട്ടില്ല. എന്ത് കഥയുള്ളു? ഓനെന്നും ദാമ്പത്യത്തിനെ കുറിച്ച് വാചാലമായിക്കൊണ്ട് സംസാരിക്കുന്നു. മക്കളെ എങ്ങനെ കൊണ്ടടക്കണം നമ്മളിങ്ങനെ വാചാലമായിക്കൊണ്ട് സംസാരിക്കുന്നു. പക്ഷെ അവിടുത്തെ ജീവിതം പലപ്പോഴും പരാജയമാണെങ്കിൽ അത് മനുഷ്യന്മാരുടെ സുഹൃത്തുക്കളെ ഒരു പരിമിതിയാണ്. പക്ഷെ നബി തങ്ങളുടെ ജീവിതം വാക്കിന് ഒത്ത പ്രവർത്തനമായിരുന്നു പ്രവാചകൻ്റേത്. നമ്മുടെ ഉമ്മയോട് ചോദിച്ചില്ലേ എന്തായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം? എന്താ നമ്മുടെ ഉമ്മ മറുപടി പറഞ്ഞത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകൻ്റെ സ്വഭാവം അവിടുത്തെ ഖുർആനാണ്. ഖുർആനിൽ എന്താണുള്ളത് നിങ്ങൾ എവിടെ നോക്കണ്ട, അത് നബിയിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ആരാ പറയണത്? കൂടെ കിടക്കുന്നവനിക്ക് രാപ്പനി അറിയുമെന്ന് നമ്മൾ പറയണത് പോലെ നമ്മക്ക് കിട്ടുമോ ആ സർട്ടിഫിക്കറ്റ്? നമ്മൾ ആലോചിക്കണ്ടേ അല്ലേ? ചിലപ്പോൾ പല ആളുകൾക്ക് പുറത്തൊക്കെ ഒരു മുഖമായിരിക്കും, പുറത്തൊക്കെ ഭയങ്കര ഉഷാറാണ്, എല്ലാവരുടെ നല്ല സ്വഭാവമാണ്, എല്ലാവരുടെ നല്ല സലാം പറച്ചിലാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ട് എല്ലാം ഉണ്ട്. പെരയൊക്കെ കയറിയാലോ, പെരയൊക്കെ കയറി കഴിഞ്ഞാൽ കാട്ടിലെ സിംഹ ചില ആളുകൾ. അപ്പം ഇങ്ങനെ പെരക്കാരത്തി പറയും, എന്ത് നിങ്ങളൊക്കെ എന്ത് പറഞ്ഞെന്താ കാര്യം അല്ലേ, നിങ്ങളാരും ഞമ്മക്കറിയില്ലേ എന്ന്. നമ്മളെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരും പറയണ്ടാവില്ല, ചില ആളുകളെ കുറിച്ചൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ടാവും. അതിൽ നമ്മളില്ലാന്ന് ഉറപ്പുവരുത്തിയാൽ മതി. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു വിരോധാഭാസം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം കാണാൻ കഴിയില്ല. അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച ആ റൂട്ടുണ്ടല്ലോ, അതിനേക്കാൾ ഉന്നതമായ റൂട്ട് നമുക്ക് വേറെ കിട്ടാനില്ല എന്നാണ്. കാരണം മനുഷ്യർക്ക് എല്ലാവർക്കും പരിമിതിയുണ്ട്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹ് കാണിച്ചത് കൃത്യമാണ്. അതുകൊണ്ട് റബ്ബ് പറയാണ്, ഫഇല്ലം യസ്തജീബു ലക, നബിയെ അവർ നിനക്ക് ഉത്തരം നൽകിയിട്ടില്ല എങ്കിൽ ഫഅലം, നീ അറിയണം, അന്നമാ യത്തബിഊന അഹ്വാഅഹും, നബിയുടെ മാർഗത്തിലല്ല നമ്മളുള്ളതെങ്കിൽ പിന്നെ നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് പറയാൻ കഴിയുന്ന മാർഗം ഏതാ? അവൻ്റെ ഇച്ഛക്കനുസരിച്ചായിരിക്കും പോകുന്നുണ്ടാകുക. ശരിയല്ലേ? ഇപ്പോൾ ഒരാൾ താടി വെക്കുന്നില്ല എങ്കിൽ അവനെന്ത് ചെയ്യുക? അങ്ങനെ പഠിക്കണ്ടാവും. അവനക്ക് ഒരു ദിവസം തോന്നാണ് ഇവിടെ നിന്ന് പഠിക്കണം, അപ്പോൾ ഒരു ദിവസം പഠിച്ചു. പിന്നെ കുറേ ഇവിടെ ഒരു വര ഇടണം, അപ്പോൾ കാണാം ഇവിടെ ഒരു വര. പിന്നെ തോന്നും നബി മുടിവെട്ടാൻ്റെ സംഗതി പറഞ്ഞിട്ടുണ്ട്, അവിടെ കാണാം ഇവിടെ ഒരു ചെത്തൽ, പിന്നെ കാണാം ഇവിടെ ഒരു മിനിക്കൽ അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ വെറുതെ ഡ്രസ്സ് തന്നെ നോക്കി കണ്ടില്ല നിങ്ങൾ? കുറേ ദിവസം കാണാം പാൻ്റ് ഒന്നാകെ താഴ്ത്തി കിട്ടക്കണ്, പിന്നെ കാണാൻ ഇങ്ങനെ പൊക്കണ്, പിന്നെ കാണാൻ അങ്ങനെ കീറണ്, പിന്നെ കാണാൻ അങ്ങനെ വെട്ടണ്, പിന്നെ കാണാൻ അയച്ചിട്ട് കിടക്കണ്. ഇതെന്താ സംഭവം? ഇതെന്ത് സംഭവമാണിത്? കാരണം എന്താ അറിയോ, എനിക്ക് ഒരു ദിവസം ഒരാഴ്ചയിൽ ഒരാളങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ടോപ്പാട്ടോ, ഇത് ഭയങ്കര സംഭവമാണ്. തിയേറ്ററിൽ 4 കയ്യടി കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ അവന് മറ്റേ സാധനമൊക്കെ മാറ്റി അതുപോലെ ഇട്ടു. 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ പടം പൊട്ടണം, എന്നിട്ട് വേറെ ആൾ വരുന്നേ, ഓൻ അതിനേക്കാളും വലിയ സാധനം. അപ്പോൾ മാറ്റി ഇത് പൊട്ടരുന്നു കേട്ടോ, ഇതിനേക്കാളും നല്ല നമുക്ക് ഇതാണ്. അപ്പോൾ ഓൻ വേഗം മാറിങ്ങിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നിക്കൂടെ വസ്ത്രട്ടും കണ്ട് ഇത് പൊളിയാണെന്നുള്ളത്? ഇല്ല സുഹൃത്തുക്കളെ,
അതുകൊണ്ട് എന്താ അറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നബിയെ താങ്കൾ പറഞ്ഞു കൊടുത്ത റൂട്ടിൽ നിന്ന് ഒരാൾ മാറുന്നുണ്ടെങ്കിൽ അക്ഷരം തെറ്റാതെ പറയാൻ കഴിയും, അവൻ തന്നിഷ്ടത്തെ പിൻപറ്റുന്നവനാണ്. ഇച്ഛയെ പിൻപറ്റുന്നവന്റെ സങ്കേതം എവിടെയാ സഹോദര? അല്ലേ? فأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. റബ്ബ് പറഞ്ഞില്ലേ, തന്നിഷ്ടത്തിനെതിരെ പോരാടി പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഹിസാബ് പറയേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് മനസ്സ് പലതും കൊതിച്ചപ്പോഴും ട്രെൻഡുകൾക്ക് പിന്നാലെ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോഴും ഇത് ശരിയല്ലല്ലോ, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടല്ലോ, മരണാനന്തര ജീവിതം, റബ്ബിൻ്റെ മുമ്പിൽ ഹിസാബ് പറയേണ്ട, സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടേണ്ട ഒരു ദിവസമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആരാണോ നിലകൊണ്ടത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അറബി ഭാഷ അറിയുന്നവർക്ക് അറിയാം എത്രത്തോളം തൗക്കീദിന് വേണ്ടിയിട്ടാണ് ആ പദം ഉപയോഗിച്ചത്, എത്രത്തോളം ഉറപ്പിനാണ്. ഫഇന്ന എന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയെന്നാണ്. അൽ ജന്ന എന്ന് പറഞ്ഞാൽ തന്നെ ഓൾറെഡി ഇത് വന്നു. പിന്നെ ഹിയൽ മഅവ എന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും 4 തവണയാണ് അള്ളാഹു ഉറപ്പിൻ്റെ ഭാഷാ പ്രയോഗങ്ങൾ നടത്തിയത്. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ട് ആർക്ക് തന്നിഷ്ടപ്രകാരം പോയ ആളുകളെ കുറിച്ചിട്ടാ? അല്ല, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂട്ടിലൂടെ ജീവിതം ക്രമപ്പെടുത്തിയവനെ കുറിച്ചാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ പ്രവാചകൻ്റെ റൂട്ടാണ് ഏറ്റവും നല്ല റൂട്ട്. നമ്മൾ ആഗ്രഹിക്കേണ്ട നല്ലൊരു ഭർത്താവാകണമെന്ന്. നമുക്ക് എവിടെ പോകാനുള്ളത്? യൂട്യൂബ് കയറി കണ്ട് നല്ല ഭർത്താവിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിടത്ത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പലതും പറയുന്നുണ്ടാവും. അപ്പം നാളൊരുത്തം പറഞ്ഞേ, പിന്നെ ഭാര്യയും ഭർത്താവും ഇവിടെ തെറ്റി, പിന്നെ എന്താ പറയുക, അമ്മായിമ്മയും മരുകളും ഇവിടെ തെറ്റി. എന്താ ചെയ്യേണ്ടത്? രണ്ടാളോടും ഭയങ്കര ഒച്ചിട്ടെടുക്കുകയാണ്, രണ്ടാളോടും പെരും ദേഷ്യപ്പെടുകയാണ്. എന്നാലോ നമുക്ക് വേണ്ടിയിട്ട് രണ്ടാളും ഇവിടെ ചൊല്ലിലായിക്കോട്ടെ. ഇത് ഓൻ്റെ മൈൻഡിൽ വരുന്ന സാധനമാണ്. നമുക്കുണ്ട് അങ്ങനത്തെ രൂപം. ഓൾറെഡി തെറ്റിപ്പിരിഞ്ഞിരിക്കണോട് നമ്മളോട് ഇങ്ങാണ്ട് പോയി കണ്ട് ഒച്ചിമ്പിലിടുക എന്നുള്ള സംഗതി നമുക്കുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും എങ്ങനെ സംസാരിക്കാനാണ് പറഞ്ഞത്? ലയ്യനായിട്ടല്ലേ. സാക്ഷാൽ ഫിർഔൻ്റെ അടുക്കൽ പോലും പറഞ്ഞത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യന, സൗമ്യമായിക്കൊണ്ട് പെരുമാറാൻ പറഞ്ഞത്. അതാണ് നബിൻ്റെ ഭാഷ്യം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഭാര്യയുടെ അരികിൽ നിന്ന് കൊണ്ടുവന്ന ഒരു എന്ത് പാത്രമായിരുന്നു? തേരിൻ്റെ പാത്രം തൊട്ടല്ലേ. ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഉമ്മാക്ക് ചെറിയൊരു ഗീറത്ത്, ഒരു ചെറിയൊരു കുശുമ്പ് നിങ്ങൾ പറയില്ലേ, ആ സംഗതി ഒരൊറ്റ തട്ട ആണ്ട് പൊട്ടി. നാട്ടിൻപുറത്തെ ഭർത്താക്കന്മാരാണെങ്കിലോ താഴെ വീണ് പ്ലേറ്റ് പൊട്ടുന്നതിൻ്റെ മുമ്പ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും. പിന്നെ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും എന്താ പൊട്ടിയെന്നുള്ളത്. ചിലപ്പോൾ MRI എടുത്ത് നോക്കേണ്ടി വരും, അച്ചാതി പൊട്ടിണ്ടാകുക. ചില ആളുകൾ അങ്ങനെയൊക്കെ പറയാം, അങ്ങനെ ചെയ്തോളി, അതൊക്കെ അല്ലേ ആണത്തെന്ന് പറഞ്ഞാൽ ആളുകളുടെ തിരിപ്പോകുന്ന ബുദ്ധിയെന്ന് വരിക. പക്ഷെ നബിൻ്റെ സുന്നത്തിൽ എന്താ ഉള്ളത്? നമ്മളും കൂടെ അവിടെ വെച്ചോടാ ഉണ്ടാക്കാനാ? മറ്റുള്ള പറഞ്ഞ പോലെ ആണോ? അല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കണ്ടിരുന്നു, താഴേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ചിന്നിയ പാത്രങ്ങളൊക്കെ ഉണ്ട് കേൾക്കിട്ട്, പിന്നെ ആയിഷോ പാത്രം എൻ്റെതല്ല കേട്ടോ, ഖലാസ്, വേറൊന്നും മുണ്ടില്ല. നീച്ചണ്ട് പോയി. നമ്മുടെ ഉമ്മ പറയേണ്ടത് എന്നെ നബി ഒരു അടി അടിച്ച് നിങ്ങൾക്ക് ഇത്ര വേദനിക്കുന്നായിരുന്നു എന്നാണ്. അതാണ് ഇൻഫ്ലുവൻസ്, അതാണ് സ്വാധീനം, അതാണ് നബി തങ്ങളുടെ രൂപം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ചര്യ അതാണ്. അവിടുത്തെ ഹദീസുകൾ പഠിച്ചാൽ, അവിടുത്തെ ചര്യകൾ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ലൈഫ് മാറും സഹോദര. നമുക്കൊരു നല്ല ഭർത്താവാകാതെ ജീവിക്കാൻ കഴിയില്ല. ഭാര്യയ്ക്ക് നമ്മളെക്കുറിച്ച് പരാതിയുണ്ടോ? ഉടനെ പഠിച്ചിരിക്കണം. നമ്മൾ ഭർത്താവാരെ നമ്മൾ പഠിക്കണം. നല്ലൊരു ഭാര്യയാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യം. അത് എങ്ങനെയാണെന്നുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടും, അത് പഠിക്കണം, അതൊന്ന് പകർത്തുക, അല്ലേ? നല്ലൊരു അധ്യാപകനാകണം, അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല അധ്യാപകനാണ്. ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോയി ഒരുപാട് പറയണ്ടാവും, അതിലേക്ക് വിഷയം പിന്നെ സമയം വൈകും. എവിടെ എന്തൊക്കെ പോസിറ്റീവ് നമ്മൾ ആഗ്രഹിക്കും, നല്ലൊരു അയൽവാസിയാകണം നമുക്ക് ജീവിതത്തിൽ. എവിടെയൊക്കെ നമ്മളൊരു നല്ല മനുഷ്യനാകണം. നമ്മൾ മരിച്ചു എന്ന് കേട്ടാൽ നമ്മുടെ മഹല്ല് ഇളകി വരണം. ആരും ബോധ്യപ്പെടുത്താനല്ല, നമ്മൾ അത്രത്തോളം അവരുടെ ഹൃത്തടങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തിയൊരു വിശ്വാസിയായിരുന്നു. അവൻ്റെ പ്രാർത്ഥനകൾ മുഴുവനും എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ സഹോദര നമ്മൾ? എങ്കിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, അവിടുത്തെ ചര്യകളെ പഠിച്ച് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ വിശ്വാസം എന്താ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ.
അതിനേക്കാൾ ലോകം എത്ര പുരോഗമിച്ചാലും, എത്ര പഠനങ്ങളും ഗവേഷണങ്ങളും മനനങ്ങളും നടന്നാലും ഇതിനേക്കാൾ ഒരു പെർഫെക്റ്റായ റൂട്ട് ഇലാ യൗമിൽ ഖിയാമ കൊണ്ടുവരാൻ പറ്റുമോ? കാരണം എന്താ? ഇതാര് പറഞ്ഞ രൂപ? നമ്മളെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിൻ്റെ റൂട്ടാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയും സാധുക്കളായി നമ്മൾ റബ്ബ് പറഞ്ഞ ആ തീറി പാലിച്ച് ജീവിക്കുക. ഇതിനേക്കാൾ വലിയ തൗഫീക്ക് നമുക്ക് വേറെ എന്താ കിട്ടാനുള്ളത്? റബ്ബ് നിലനിർത്തി തരുമാറാകട്ടെ. നാലാമത്തെ കാര്യം എന്താണെന്ന് സുഹൃത്തുക്കളെ, അത്തസ്ലീമു താമു വതഖദീമുഹ അലാ മാ അദാഹ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് നമ്മൾ കീഴൊതുങ്ങുക എന്നാണ്. മറ്റുള്ളതിനേക്കാളേറെ സുന്നത്തുകളെ നമ്മൾ മുൻഗണന കൊടുക്കുക എന്നാണ്. സുന്നത്തിന് മുൻപിൽ മറ്റുള്ളവയെ നമ്മൾ എന്താക്കുക? അവഗണിക്കുക. സുന്നത്തിൽ കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, പിന്നെ മറ്റാൾ ഇങ്ങനെ പറഞ്ഞു, മറിച്ചാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റേ ആൾക്ക് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു, നമ്മൾ എന്താക്കേണ്ടതില്ല. സ്ഥിരപ്പെട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കേണ്ടതില്ല. ആര് പറഞ്ഞു? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പോലും പറഞ്ഞു, അജ്മഅൽ ഉലമാഉ അലാ അന്ന മൻ ഇസ്തബാനത് ലഹു സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾക്ക് വ്യക്തമായി ഈ വിഷയത്തിൽ ഹദീസുകളുടെ പിൻബലമുള്ളത് ഇതിനാണ്. അപ്പോൾ ചില ആളുകൾ പറയാ, അപ്പോൾ ഈ നമ്മുടെ വല്യപ്പാരൊക്കെ നരകത്തിലാന്ന് പറയണേ അല്ലേ? പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ നമ്മളെ കാക്കക്കാരന്മാരൊക്കെ നരകത്തിലാന്ന് പറയണേ? ഇങ്ങനെ കാണപ്പെടുത്തോട് സെൻസിറ്റീവ് ടോപ്പിക്കായിട്ടുണ്ട് വരും ആളുകൾ, വൈകാരികത ഇളക്കി വരുന്ന രൂപത്തിൽ സംസാരിക്കും. അപ്പോൾ ഇത്രയും കാലം ചെയ്ത മറ്റേ മൗലവിയൊക്കെ നരകത്തിലാന്ന് പറഞ്ഞാൽ നമ്മളാരും നരകത്ത് കാക്കണില്ല, സ്വർഗത്ത് കാക്കണില്ല. സാധു, നമ്മൾ കിട്ടിയതിനനുസരിച്ച് അൽഹംദുലില്ലാഹ് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പോലും അന്ധമായി അനുകരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കെന്താ? ആർക്കാണോ സുന്നത്ത് ബോധ്യപ്പെട്ടത്, ലം യകുൻ ലഹു അയ്യദഅഹാ ലിഖൗലി അഹദിൻ മിനന്നാസ്, സുന്നത്ത് സ്ഥിരപ്പെട്ടുവെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വാക്കിന് വേണ്ടി സുന്നത്തിന് ഒഴിവാക്കാൻ പാടുള്ളതല്ല. പ്രാമുഖ്യമാർക്ക യെസ്. ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിജീവിയായിരിക്കും, ഭൗതിക വിഷയത്തിലൊക്കെ ഭയങ്കര ബുദ്ധിജീവിയായിരിക്കും. ഒരു ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൂപ്പര് എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ വേണ്ടേ, മക്കളുടെ വിഷയങ്ങൾ ഞങ്ങൾ നിർത്തോളാം, ഇതിന് നമുക്ക് ഏതെന്നാലും എന്താക്കാൻ പറ്റൂല എന്ന് പറയാൻ നമുക്ക് പറ്റണം. അവൻ എത്ര വലിയ ഡോക്ടറേറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ചില ആളുകൾ പറയും, എനിക്കെന്താ അറിയില്ല, എൻ്റെ ലോജിക്കിട്ട് മനസ്സിലാകുമെന്ന് പറയാം, എൻ്റെ ബുദ്ധിക്കിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയാം. ചങ്ങായി, എൻ്റെ ബുദ്ധി ആരെന്നതാ പടച്ചൊന്നല്ല, അതിന് കുറച്ച് കപ്പാസിറ്റി കുറച്ചുള്ളൂ. എല്ലാം പാടത്തിലിട്ടിട്ട് ഇങ്ങനെ തിരിക്കാന്ന് ഇതെന്താവും, ചിലപ്പോൾ അടിച്ചു പോകും. അടിച്ചു പോകണ പേരെ ഇതെന്താക്കുള്ളൂ, എൻ്റെ ബുദ്ധിക്ക് കൊടുക്കുള്ളൂ. നമ്മളങ്ങനെ ലോജിക്ക് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഹജ്ജിന് എന്ത് ലോജിക്കാൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഹജ്ജിന് എന്ത് ലോജിക്കാൾ? നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? പക്ഷെ അവിടെയാണ് പ്രവാചകൻ പറഞ്ഞോ എങ്കിൽ എനിക്ക് ലോജിക്ക് മനസ്സിലാക്കി ഞാൻ എന്താക്കുമെന്ന് ചെയ്യുന്നതാണ്. ഇപ്പോൾ കാലുമ്മ തടവണത് അലി റളിയല്ലാഹു പറഞ്ഞില്ലേ, നമ്മൾ ലോജിക് കൊണ്ടാണ് നമ്മൾ എവിടെ തടവുണ്ട്? അടിയാണ്. പക്ഷെ നമ്മളെവിടെ തടവല്? പുറത്താണ്. നമ്മുടെ എല്ലാം കൂടെ ലോജിക്ക് കിട്ടുന്ന കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ നിലപാട് ലോജിക്കല്ല, നമ്മുടെ നിലപാട് റബ്ബ് പറഞ്ഞിടത്ത് നിൽക്കാൻ നമുക്ക് കിട്ടണം. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവിൻ റസൂൽ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനക്കൊരു സ്പെഷ്യൽ സെലക്ഷൻ അത് പറ്റൂല എന്നാണ്. അവനക്ക് അവൻ്റേതായൊരു അഭിപ്രായം. എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നണത്, ഇയാരാ എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നണത്. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഇപ്പോഴും കണ്ടി റമളാൻ മാസത്തിൽ പോലും ഖുർആനിനെ സത്യസന്ധതയ്ക്ക് നിരക്കാത്ത സംഗതിയാണെന്ന് പറഞ്ഞു കണ്ട് പോകുന്നുണ്ട്. ഹദീസുകൾ ഈ ആയത്തിനെതിരാണ്, ഇന്ന സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാചാലമായിക്കൊണ്ട് പറയുന്നുണ്ട്. ഓളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, പുച്ഛമാണ് സുഹൃത്തുക്കളെ. ആ ഭാഗത്തൊക്കെ നമ്മൾ എന്താക്കേണ്ടില്ല, തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ നിലപാടെന്താ? അല്ലാഹുവിൻ റസൂൽ കാര്യം പറഞ്ഞാൽ പിന്നെ ലോജിക്ക് നോക്കിയിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്. ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. സുന്നത്തിനെതിരെ ധിക്കരിച്ചവൻക്ക് ഉടനെ ശിക്ഷ വരുന്ന സംഭവം കാണാൻ പറ്റും. ഒരു മനുഷ്യൻ വെള്ളം കുടിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലത് കൈ കൊണ്ട് കുടിക്കട്ടോ, ബിസ്മില്ലാ കുടിക്കട്ടോ. ഒരു സുന്നത്തല്ലേ അല്ലേ? വലത് കൈ കൊണ്ട് കുടിക്കുക, പിന്നെ ബിസ്മില്ലാ കുടിക്കുക എന്നുള്ള സുന്നത്താണ്. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. എന്താ? എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. നിങ്ങൾ പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കൈ പൊന്തിയിട്ടില്ല എന്നാണ്. നഊദു ബില്ലാഹ്. അതിൻ്റെ അർത്ഥം എന്താ? സുന്നത്തിനിൽ നിന്നും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും വിമുഖത കാണിക്കുന്നത് മനഃപൂർവ്വമാണെങ്കിൽ റഹ്മാനായ റബ്ബ് ഓൺ ദ സ്പോട്ട് ശിക്ഷ ഇറക്കാൻ വരെ കാരണമായ പാതകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക.
അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം അൽ ഇസ്തിജാബത്തു ബിലാ തലക്കുഇൻ വൽ മുബാദറതു ഇലാ തത്ബീഖിഹാ ബിദിഖ്ഖ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഗതി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാലതാമസം വിനാ അത് വേഗം എന്താക്കുക, നടപ്പിൽ വരുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അൽ മുബാദറതു ഇലാ തത്ബീഖിഹാ ബിദിഖ്ഖ, വളരെ സൂക്ഷ്മമായി അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, തത്ബീഖ് ചെയ്യാൻ, നടപ്പിൽ വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ? ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കൽപ്പന വന്നോ അതിനെ പരമാവധി നമ്മൾ ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ സ്വഹാബാക്കളൊക്കെ പേടിച്ചിരുന്നു എന്നാണ്. കാരണം എന്താ? യാ അയ്യുഹൻ നാസർ എല്ലാവർക്കും പാടുള്ളതാണ് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ എന്തായി? വിശ്വാസികളെ എന്നാണ് പറയണം. അപ്പോൾ നമ്മൾ കുറച്ച് ഓഡിയൻസ് കുറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം എന്തായിരിക്കുക, ഒരു കാര്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാനാണ് യാ അയ്യുഹല്ലദീന ആമനുണ്ടാകുക. അപ്പോൾ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എന്താക്കുക, കൊണ്ടുവരിക. അള്ളാഹ് റസൂൽ കൽപ്പിച്ച കാര്യം കൊണ്ടുവരിക. വിരോധിച്ചതോ അതിൻ്റെ പിന്നെ പോസിറ്റീവായിട്ട് നമ്മൾ തരാൻ നിൽക്കേണ്ട, അല്ലാണ്ട് ഒഴിവാക്കുക. അള്ളൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തെ അതിലാണ് നമ്മുടെ ഹൈറുള്ളത്. ഇപ്പോൾ വെറുതെ ചെറിയ ഉദാഹരണം പറയാം, മനസ്സിൽ ലൈവായി നിൽക്കുന്ന ഉദാഹരണം. പലിശനെ കുറിച്ച് എന്താണ് അപ്പോൾ പറഞ്ഞത്? പറ്റുന്നാണോ പറ്റൂല എന്നാണോ? അതിൻ്റെ എല്ലാ ടീമിനെയും ശപിച്ചു എന്ന് പറഞ്ഞില്ല. അത്ര വലിയ ഗൗരവമുള്ള വിഷയമായിക്കൊണ്ട് പലിശ പഠിപ്പിക്കപ്പെട്ടു. പുല്ല് വില പോലും കൊടുക്കാതെ ചില ആളുകൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചു. എന്തേ പോർ അനുഭവിക്കുന്ന പ്രയാസം അല്ലേ? എന്താ പോർ അനുഭവിക്കുക? മത്സരിച്ചു, മറ്റുള്ളവൻ്റെ വീട് പോലെ കെട്ടാൻ ഇവനും മത്സരിച്ചു. ലോൺ പാസ്സായി, ലക്ഷങ്ങൾ പാസ്സായി. എന്നിട്ടോ ലോൺ എടുത്ത് വീട് വെച്ചു, വീട് വിറ്റ് ലോൺ അടച്ചു. കുറച്ച് അധ്വാനം പോയി, അഭിമാനം പോയി. പിന്നെ അതിനേക്കാൾ പഴയ കൂരേനേക്കാൾ വലിയ കൂരയിൽ പോയി താമസിക്കേണ്ട ഗതികേട് വന്നു. നാട്ടിൽ കൊടുത്ത ചോറ് മാത്രം ബാക്കിയായി. മനസ്സമാധാനം പോയി. എത്ര ആളെന്നറിയോ? ഒരു സുഹൃത്ത് പറയാ, വലിയ പ്ലാനിങ്. ഇപ്പോൾ EMI സൗകര്യമൊക്കെ ആണല്ലോ, പേരും സൗകര്യമാണല്ലേ. 10 ഉറുപ്പ്യാണെങ്കിൽ ബുള്ളറ്റ് മേടിക്കാം നമുക്ക്. 2.5 ലക്ഷം ഉറുപ്പ്യ 3 ലക്ഷം ഉറുപ്പ്യൊക്കെയുള്ള സാധനമൊക്കെ നമുക്ക് കിട്ടും അല്ലേ? എല്ലാം ഹൈടെക് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ടോ ഇവനിങ്ങനെ തന്നെ പലിശയിൽ തന്നെ കടന്നിട്ട് തന്നെ ഉരുളുകയാണ്. റബ്ബ് പറഞ്ഞു, പലിശയിലേക്ക് തൊടണ്ട, തൊടുന്നവൻ റബ്ബുമായും അവൻ്റെ റസൂലുമായി ഒരു യുദ്ധത്തിനിറങ്ങിക്കോന്ന് പറഞ്ഞു. എന്നോട് കൊമ്പ് കോർക്കാൻ പറ്റുന്നവർ മാത്രം പലിശമ തൊട്ടാൽ മതി എന്ന് റബ്ബ് പറഞ്ഞത് അല്ല. എല്ലാവരുടെ സമാധാനം പോയി, തൊട്ടവരുടെ സമാധാനമൊക്കെ പോയി, സ്വസ്ഥത പോയി, ബറക്കത്ത് പോയി, എല്ലാം പോയി, ഉള്ളത് പോലും തൊലഞ്ഞു പോയി. നഊദു ബില്ലാഹ്. കാരണം റബ്ബിനറിയാം അങ്ങനത്തെ ഒരു ഏർപ്പാട് പാടില്ല, അത് അവിഹിതമാണ്, നമുക്ക് പറ്റിയ സംഗതിയല്ല, അതിൽ ബറക്കത്തില്ല, അത് നന്മക്കല്ല, മനുഷ്യരാശിക്കത് ശരിയല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് റബ്ബ് വിലക്കിയത്. അറിയണത് കൊണ്ടാ റബ്ബ് വിലക്കിയത്. ആ വിലക്കിയെടുത്ത് നിന്ന ആളുകളോ ഇപ്പോഴും ഒരു റൂം തേച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും ചിലപ്പോൾ നല്ലോണം മഴ പെയ്യുന്ന വാർപ്പ് പേരാണെങ്കിലും കുറച്ചൊക്കെ ഒന്നും ഇങ്ങനെ ചോദിക്കണുണ്ട്. എന്നാലും എന്തുണ്ടറിയോ, മനസ്സിൻ്റെ ഉള്ളിൽ ചോർച്ചയില്ല, മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. കാരണം എന്താ? ഉള്ളത് ഹക്കായ മുതലൂടെ ഉള്ളിടത്തോളം മതി. അതിലൊരു സംഭവം, അതിലെന്തുണ്ട്, ഒരു ബർക്കത്തുണ്ട്, അതിലൊരു ഐശ്വര്യമുണ്ട്. ഓനും ഫാമിലി ഹാപ്പിയാണ്. മറ്റാളുകളോ എല്ലാ റൂമിലും AC യാണ്. കാറ് മുന്തിയ കാറാ, ഫുൾ AC, എല്ലാ സെറ്റപ്പും ഉണ്ട്, ഫുൾ പരിശീല. AC ഇങ്ങനെ വർക്കാണ്ടോ, എൻ്റെ ഉള്ളിൽ മാത്രം തണുക്കണില്ല, തണുക്കൂല, അത് പടച്ചും വിടൂല. കാരണം സൗഭാഗ്യം എന്നുള്ളത് റഹ്മാനായ റബ്ബ് പറഞ്ഞെടുത്ത് നിൽക്കുമ്പോഴാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ലോണം ആലോചിക്കുക. അപ്പം അത് നമുക്ക് കൃത്യമായ ബോധമുണ്ടാകണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണത്. സുഹൃത്തുക്കളെ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ച് വളരെ മനോഹരമായ ചിന്തോദീപകമായൊരു സംഭവം ഉണ്ട്. എന്താ അറിയോ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഹൗദ് ഉണ്ടെന്ന് പറഞ്ഞത്. ശരിക്കും എത്ര ഹൗദാണുള്ളത്? നബിക്ക് എത്ര ഹൗദാണുള്ളത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ അല്ലേ? ഒരു ഹൗദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം 2 ഹൗദ് ഉണ്ട്. അങ്ങനെ ഉണ്ടോ? 2 ഹൗദ് ഉണ്ടോ? നമ്മളെ പള്ളി വരുമ്പത്തെ ഹൗദല്ല. അദ്ദേഹം പറയാണ് ഹൗദും ഫി ദുനിയ, ഒന്ന് ദുനിയാവിലെ ഹൗദാണ്. എന്താ ദുനിയാവിലെ ഹൗദ്? വഹുവ സുന്നതുഹു വമാ ജാഅ ബിഹി. ദുനിയാവിലെ നബിയുടെ ഹൗദ് എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശമാണ്. അപ്പം ആ ഹൗദിൽ നിന്നും ആരെങ്കിലും കോരി കുടിച്ചാൽ വഹൗദും ഫിൽ ആഖിറ, രണ്ടാമത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഹൗദുൽ കൗസറാണ്. ഫശ്ശാരിബൂന മിൻ ഹാദൽ ഹൗദി ഫി ദുനിയ ഹുമുശ് ശാരിബൂന മിൻ ഹൗദിഹി യൗമൽ ഖിയാമ. ഈ സുന്നത്താകുന്ന ഹൗദിൽ നിന്നും ആരാണോ കോരി കുടിച്ചത് അവനാണ് നാളെ പരലോകത്തെത്തുമ്പോൾ ഹൗദിൽ കൗസറിൽ നിന്നും കുടിക്കാനുള്ള തൗഫീക്ക് കിട്ടുക എന്നാണ്. വല്ലാത്തൊരു വർത്താനല്ലേ? അത് പറഞ്ഞാൽ ചുറ്റിങ്ങൾ
ഇവിടുന്ന് നബിയുടെ സുന്നത്തിൽ നിന്നും കോരി കുടിച്ചവനക്ക് സഹോദര ആ ഹൗദ് കിട്ടുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് പരമാവധി സുന്നത്തിനെ അറിഞ്ഞ് ജീവിതത്തിൽ ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. ഒരു സ്വഹാബിക്ക് ഒരു സുന്നത്തിനെ കുറിച്ച് അറിയിക്കപ്പെട്ട ഭയങ്കര നിരാശ, കരയുക. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും കാലം ഞാനത് അറിഞ്ഞില്ല, എൻ്റെ എത്ര ആയുസ് പോയി എന്നാണ്. എത്ര ആയുസ് എനിക്ക് പോയി, ഇതൊന്നും ആ ദിവസം എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അറിഞ്ഞൊരു കാര്യത്തെ ഉടനെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നിന്നാൽ ല ഇൻ ശക്കറത്തും ല അസീദന്നക്കും, അതൊരു ശുക്റാണ്, അതൊരു നന്ദിയാണ്. റഹ്മാനായ റബ്ബ് എന്ത് ചെയ്യും? നന്ദി കാണിക്കുന്ന അടിമക്ക് വീണ്ടും 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 കേൾക്കാനും മാറാനും പരിവർത്തിക്കാനൊക്കെ തൗഫീക്ക് കിട്ടും. റബ്ബ വിശാലത നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറട്ടെ. ആറാമത്തെ കാര്യം അൽ ഇക്തിഫാഉ ബിഹാ വൽ ഹദ്റു മിന സിയാദത്തി അലൈഹാ. സുന്നത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് ഇഷ്ടം പോലെ ഉണ്ട്, അതിൽ നമ്മൾ എന്താക്കുക? മതി വരുത്തുക, അതിനപ്പുറത്തേക്ക് ഒന്നും കൂട്ടാതിരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ബിദ്അത്തുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? മൻ നഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അത് റദ്ദ് ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വശറൽ ഉമൂരി, ബാക്കി വശറൽ ഉമൂരി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഏതാ? മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഇത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി അല്ലേ? ഇത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് അവിടെ നിൽക്കുക, ഒരു വര വരച്ചോ അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മളിങ്ങനെ അതിങ്ങനെ ഫാത്തിഹ അല്ലേ, അതിങ്ങനെ പിന്നെ ഭയങ്കര സ്വലാത്തല്ലേ, അത് കുട്ടികൾക്ക് ചോറച്ചു കൊടുക്കുന്ന പരിപാടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റൂല, അത് കൊണ്ടുവരാൻ പറ്റും. മഹാനായ പിന്നെ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം സുബഹിക്ക് ശേഷം പിന്നെ നിസ്കാരമല്ലല്ലോ, പിന്നെ നിസ്കാരമല്ല ഇല്ലല്ലോ. അപ്പോൾ സുബഹിക്ക് ശേഷം വീണ്ടും ഒരാൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെന്തത് കാട്ടണോ ചോദിച്ചു. അപ്പോൾ അതേ പറഞ്ഞു, ഞാൻ നിസ്കരിച്ചുകൊണ്ട് എനിക്ക് പിന്നെ പ്രശ്നമുണ്ടോ ചോദിച്ചു. ഫജറത്ര 2 റക്അത്തല്ലേ, ആ സുബഹി കഴിഞ്ഞ് കണ്ട് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുബഹി നിസ്കരിച്ചിട്ട് പിന്നെ നിസ്കരിക്കുമ്പോൾ എനിക്ക് നിസ്കരിച്ചത് കൊണ്ട് എനിക്ക് പടച്ചോൻ്റെ ഭാഗത്ത് നിന്ന് വല്ല കുറ്റം കിട്ടുമെന്ന്. നിസ്കരിച്ചുകൊണ്ട് കിട്ടൂല, പക്ഷേ അള്ളാഹ് റസൂലിൻ്റെ സുന്നത്തിന് എതിരായതുകൊണ്ട് ശിക്ഷ കിട്ടുന്നത്, ഖിലാഫു സുന്നക്ക് ശിക്ഷ കിട്ടുന്ന പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒരാൾ പറയാണ്, എന്താ ഇപ്പോൾ രാവിലെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടും കണ്ട് നീച്ച് വന്നിട്ട് ആകെ 2 റക്അത്തുള്ളൂ, നല്ല ബിസിയുള്ള സമയത്ത് ലോഹർ നമ്മൾ 4 നിസ്കരിക്കണേ, അത് നമുക്കുണ്ടോ? ഇവിടെ 2 റക്അത്ത് കൂടി നിസ്കരിച്ചെന്ന് പറഞ്ഞ് നടക്കുമോ? ഇല്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചൊരു വരണ്ട്, അവിടെ നിൽക്കാം. പണ്ഡിതന്മാർ പറഞ്ഞു, സുന്നത്തെന്ന് പറഞ്ഞൊരു നിറഞ്ഞ കുടമാണ് എന്ന. ഇത് നിറഞ്ഞ കുടത്തിൻ്റെ പ്രത്യേകത, ഇനി അതിലേക്ക് എന്തെങ്കിലും ഇടാൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഒരു കല്ലിട്ടാൽ അതിൻ്റെ വെലോസിറ്റിക്ക് അനുസരിച്ച് സാധനം എന്താവും, പുറത്തേക്ക് പോകുമോ എന്നതുപോലെ തന്നെ എന്നാണ് പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആളുകൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടതൊന്നും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ഒരാൾ ഒരു ബിദ്അത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഏവനെ പോലെ എന്നാണ് പറഞ്ഞത്. അള്ളാഹ് റസൂലേ അങ്ങോട്ട് ഫുള്ളാക്കിയിട്ടൊന്നില്ലേ, ഇതും കൂടി നന്മേനി അതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് വാദിക്കുന്നവനെ പോലെയാണെന്നാ. നഊദുബില്ലാ, എത്ര വലിയ ആരോപണമാണ് അല്ലേ? അദ്ദല്ലമാന, അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്ത റിസാലത്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്ത് മനോഹരമായി നിർവഹിച്ചവനാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആണല്ലോ. ഇപ്പോൾ ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തെ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന പാതകം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നാണ്. 7ാമത്തെ കാര്യം അൽ ഹിർസു അലാ തഅല്ലുമിഹാ, അത് പഠിക്കാനുള്ള താല്പര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ നമ്മളെ താല്പര്യം, നമ്മുടെ മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹം ഉണ്ടാകണം. എൻ്റെ സ്വർഗത്തിൻ്റെ വഴി ശരിക്ക് പ്രവാചകൻ പറഞ്ഞതിലുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പ്രവാചകൻ പറഞ്ഞതുപോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ പ്രവാചകൻ്റെ കൂടെയാണ് എൻ്റെ സ്വർഗത്തിൽ എന്ന ഒരു പിക്ചർ നമ്മളിങ്ങനെ മനസ്സിൽ കാണുമ്പോൾ അത് പഠിക്കാനുള്ള ത്വര നമുക്കുണ്ടാകും. അങ്ങനെ ത്വരയോടുകൂടെ നമ്മൾ നോക്കുമ്പോൾ അൽഹംദുലില്ലാ ഇന്ന് സുഹൃത്തുക്കളെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസുകളും ചര്യകളും പഠിക്കണം എന്തെല്ലാം സംവിധാനങ്ങൾ അൽഹംദുലില്ലാ നമുക്കുള്ളത്. നമ്മുടെ പീസ് റേഡിയോ അല്ലേ, അത് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിങ്ങൾ എന്തെല്ലാം സംഭവങ്ങൾ, തിരുമൊഴികൾ അല്ലേ, ഹദീസിൻ്റെ നമ്പറും റാവിയും മറവിയും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. എത്ര സിമ്പിളായിട്ടാണ് പറയണത്. 1000കണക്കിന് ഹദീസുകൾ അതിലൂടെ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ എത്ര എണ്ണം കേട്ടു? നമ്മുടെ സ്വഭാവത്തെ, സംസ്കാരത്തെ, വസ്ത്രത്തെ, മനോഭാവത്തെ, അഖീദ എല്ലാം പരിപോഷിപ്പിച്ചു തരുന്ന എത്ര സംഗതികൾ കേട്ടു തിരുനബിയോടൊപ്പം അല്ലേ. നബി സ്വല്ലല്ലാഹു മഅ നബി, പ്രവാചകൻ്റെ കൂടെ എന്നാണ്. പ്രവാചകൻ്റെ കൂടെ എന്താ? പ്രവാചകൻ്റെ ലൈഫിൻ്റെ ഓരോ ആംഗിളുകളും ഒപ്പിയെടുത്ത് ഹദീസിലൂടെ വന്നത്
ജസ്റ്റ് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചു കൊടുത്താൽ മതി. കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര കണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? റിയാദു സ്വാലിഹീൻ പണ്ഡിതന്മാർ നിർദ്ദേശിച്ച ഗ്രന്ഥമാണ് റിയാദു സ്വാലിഹീൻ. അതിൻ്റെ ഷറഹ് ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷോർട്ടായ സംഗതി അതിൻ്റെ ഷറഹുകളൊക്കെ ഉണ്ട്. നമ്മളെ പിസറിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ എത്ര കണ്ട ആളുകൾ അത് കേൾക്കുന്നുണ്ട് വ്യവസ്ഥാപിതമായി എന്ന് ആലോചിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഈ റമദാനിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് പീസ് റേഡിയോ സംവിധാനത്ത് ഒന്നുകൂടെ നിങ്ങൾ മനോഹരമായി കൊണ്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ്. നിങ്ങൾ പലതിനും വേണ്ടി, നമ്മളൊക്കെ പല തൗഫീക്കിനും വേണ്ടി ചോദിക്കുമ്പോൾ പ്രാർത്ഥന നമ്മൾ വിട്ടുപോകരുത്. പടച്ചോനെ, വ്യവസ്ഥാപിതമായി നീ പഠിപ്പിച്ച ചര്യയെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്, അതിനുള്ള അവസ്ഥകൾ എനിക്ക് നീ നൽകണമെന്ന് പറയണം. അതിനുള്ള സംവിധാനങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ പഠിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയണം എന്ന് സുഹൃത്തുക്കളെ പറയാൻ നമുക്ക് കഴിയണം. റബ്ബ് ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം സുന്നത്തിൻ്റെ ദീനി നിലനിൽപ്പിന് ആവശ്യമായി എന്തെങ്കിലും വിഹിതം അതിനൊക്കെ വേണ്ടി കൊടുക്കാനുള്ള മനസ്സും റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 8ാമത്തെ പോയിന്റ്, ഹുസ്നു ഫഹ്മിഹാ ദൂന ഗുലുവിൻ ഔ തഖ്സീർ. വേഗം പറയാട്ടോ, 50 മിനിറ്റ് ആയിട്ടുണ്ട്. എന്താ ഹുസ്നു ഫഹ്മിഹ? ഒരു സുന്നത്ത് എന്ന് കേട്ട് നന്നായി അതിനെ മനസ്സിലാക്കണം എന്നാണ്. നന്നായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ദൂന ഗുലുവിൻ, അതിശയോക്തി ഉണ്ടാകാൻ പാടില്ല, ചുരുക്കാനും പാടില്ല. അപ്പോൾ ഒരു സംഭവം, ഒരു കാര്യം നമ്മുടെ വാട്സപ്പിലായിരിക്കും ചിലപ്പോൾ നമ്മൾ കേൾക്കുക, ഫേസ്ബുക്കിലായിരിക്കും കേൾക്കുക അല്ലേ? ചിലപ്പോൾ പലതിലൂടെ നമ്മൾ സുന്നത്ത് പറഞ്ഞങ്ങാണ്ട് നബി ഇങ്ങനെ പറഞ്ഞങ്ങാണ്ട് വരും. അങ്ങനെ കേട്ടാൽ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണെന്നറിയോ? സ്റ്റെപ്പ് നമ്പർ 1 എന്താ? ഈ കേൾക്കുന്ന കാര്യം ശരിയാണോ നമ്മൾ എന്താക്കണം? ഉറപ്പ് വരുത്തണം. കാരണം ശരിയായ സംഗതി പറഞ്ഞിട്ട് എന്തുള്ളൂ കാര്യമുള്ളൂ അല്ലേ? കറക്റ്റ് ഉഷാറാണ്, വേറെ എവിടെയും കൊണ്ടേ വിളമ്പി വല്ല നടക്കുമോ? പറ്റുമോ? ചോറ് ചോറാണ്, വിളമ്പണ്ടടത്ത് വിളമ്പിട്ടില്ലെങ്കിൽ നമ്മൾ തിന്നോ? ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ സ്വഹീഹാകണമെന്നാണ് നമ്മൾ 1ാമത്തെ കടമ്പ. അത് നമ്മൾ വളരെ ഗൗരവം ശ്രദ്ധിക്കണം. പല ആളുകൾ എന്താ അറിയോ, നബിതങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന വാട്സപ്പിൽ വരുന്നത്, പിന്നെ വായിക്കണ പോലില്ല, അങ്ങോട്ട് ഷെയർ ചെയ്യാണ്, 1000ങ്ങളിലേക്ക് 10000ങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. പിന്നെ ഒരിക്കും അതിൻ്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ദുർബലമായ സംഗതിയാണ്. 1000കണക്കിന് ഇന്ന പോരിഷുണ്ട്, ഇന്ന സംഗതി ഉണ്ട് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ വരുന്നതാണ്. നമുക്ക് പറ്റും ഇന്ന മാസത്തിൻ്റെ മാസം കണ്ടാൽ തന്നെ അത് പോയി നിന്ന് നോക്കിയാൽ തന്നെ നരക ഹറാമാണ് എന്ന് ഇങ്ങനെയൊക്കെ പറയാം. ഇത്ര റക്അത്ത് ഇന്നടക്ക് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഓനക്ക് പിന്നെ കാലാകാലം നരകത്ത് കിടക്കേണ്ടി വരില്ല. ഇന്ന സംഗതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓനക്ക് ഒരു പ്രശ്നമില്ല, ഓൻ്റെ ലൈഫിൽ എന്തൊക്കെ പാപങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഉണ്ട് പുറത്തെടുത്ത് നരകത്ത് പിന്നെ സ്വർഗത്ത് പോകും, ഇങ്ങനെയൊക്കെ പറയും. അപ്പം ഇങ്ങനെ പറയണത് എല്ലാം പ്രശ്നമല്ല ഞാൻ പറയണത്. എന്ത് കേട്ടാലും നമുക്കൊരു പണ്ഡിതാവലംബം ഉണ്ടാകണം. അതിന് സോഴ്സ് നമ്മൾ പരിശോധിക്കും. ബുഖാരി ഇത്ര നമ്പർ, ഓക്കെ. അങ്ങനെ നമുക്കൊരു വ്യക്തത ഉള്ളത് മാത്രം നമ്മൾ എന്താക്കുക, ഷെയർ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, നരകത്തിലൊരു ഇരിപ്പിടം ഉറപ്പിക്കും തുല്യമാണ്. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. അല്ലാഹു റസൂൽ പറഞ്ഞു, മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അത് പ്രശ്നമാണെന്നാണ്. അതുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഒരുപാട് കള്ള ഹദീസുകൾ പടച്ചുവിട്ടിട്ടുള്ളേ, ഒരുപാട് കള്ള ഹദീസുകൾ. അതുകൊണ്ട് വലത്തുനിന്ന് കണ്ട് ഇടത്തൊക്കെ എഴുതുന്ന അറബിയിലെ എല്ലാം പ്രമാണമെന്ന് ആരും കരുതണ്ട. അത് നല്ലോണം എന്താക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ശരി, അപ്പോൾ 1ാമത്തെ കടമ്പ കഴിഞ്ഞതാ, ശരിയാണോ അല്ലേ നമ്മൾ നോക്കി. ഇനി ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലോ അതോടെ കടന്നോട്ടേ എന്നാണോ? അല്ല. അപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് നന്നായി നമ്മൾ എന്താക്കുക, ഫഹ്മ ചെയ്യുക. ഒരു 2 തവണ നമ്മൾ വായിക്കുക. നമ്മളെ മനസ്സിൽ നമ്മൾ പലപ്പോഴും ഷെയറിങ് തൊഴിലാളികളാണ്. ഫോർവേഡ് മെസ്സേജ് അല്ലേ, അങ്ങോട്ട് കൊടുക്കും. ബ്രോഡ്കാസ്റ്റിൽ 4, 5, 10 ഇഷ്ടം പോലെ ആളുകൾ കൊടുക്കും. ഓക്കെ, വേണ്ടെന്നല്ല പറയണത്. നമ്മളത് എത്ര കണ്ട് വായിച്ചിരിക്കണേ അത് നമ്മൾ നല്ലോണം ആലോചിക്കണം. 2ാമത് നന്നായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൽ പറയേണ്ടത് എന്താണെന്നറിയോ, ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കരുത്. പലപ്പോഴും ഉണ്ടാകുന്ന അബദ്ധം എന്താണെന്നറിയോ, പരിഭാഷ മാത്രമായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ ഇതിങ്ങനെയാണല്ലോ, ഇങ്ങനെയല്ല, ഇങ്ങനെയാണല്ലോ, അങ്ങനെയല്ല എന്ന് നമ്മൾ കരുതുക. അതിൻ്റെ ഷറഹും കൂടെ പറഞ്ഞങ്ങാണ്ട് എന്താക്കും പണ്ഡിതന്മാരിങ്ങനെ പറയുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള തെറ്റാത്ത റൂട്ട് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ എന്താ അറിയോ, വ്യാഖ്യാനിച്ച് സംഗതി മാറും. സാറിനെ കാണിച്ച് സൂറിനെ കെട്ടിച്ച് പോലെ പിടുത്തം വിടും. അതുകൊണ്ട് ഒരിക്കലും വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വ്യാഖ്യാനങ്ങൾ കൂടെ പറയപ്പെടുന്ന സംഗതി അതൊരു ഔദ്യോഗിക സ്വഭാവത്തിലുള്ള വന്ന സാധനം നമുക്ക് എന്താക്കാൻ പറ്റും. ഇപ്പം നാളെ ഇപ്പോൾ ഒരു വഴിവിളക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഫത്തുൽ ബാരിന് കൊണ്ടുവരും, എന്നിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയാൻ നിൽക്കണ്ട. അതൊക്കെ പിന്നെ ആ റൂട്ടിലൂടെ വന്ന സംഗതി ആയിരിക്കും. അതിനെക്കുറിച്ചല്ല ഞാൻ പറയണത്. മറിച്ച് എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് ഉറപ്പുണ്ടെങ്കിലേ ഷെയർ ചെയ്യാവൂ. കാരണം എന്താ നബിയിലേക്ക് ചേർത്തി പറയാന്ന് പറയുന്ന ദീനാണ് ആ പറയണത്. ആ ഗൗരവം നമുക്കറിയാം. നമുക്ക് ആ ഗൗരവമല്ലേ അല്ലേ? പ്രവാചകന്റെ ഹദീസ് കേൾക്കുമ്പോൾ പോലും നമ്മുടെ ഗൗരവം എന്താ?
നിബിതങ്ങൾ ആ സംഗതി തരുന്ന പോലെ ഗൗരവത്തിരിക്കണമെന്ന് പറയുമ്പോൾ കണ്ടതും കേട്ടതും ഒക്കെ നിബിതങ്ങളുടെ വാക്കാകോ? ഇല്ല. ആ ഒരു ഗൗരവം നമ്മൾ കൊടുക്കാന്നാണ് പറയാനുള്ളത്. 9-ാമത്തത് തബ്ലീഗുഹാ ലിന്നാസ്. അപ്പോൾ ഒരു ഹദീസ് കേട്ടു, അതിൻ്റെ സ്വീകാര്യത നമ്മൾ ഉറപ്പുവരുത്തി, കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കി, നമ്മളെ പോക്കലിട ആളാണോ? അല്ല. തബ്ലീഗുഹ എന്താ? ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിൽ നമ്മൾ മത്സരിക്കണം. സിഹത്ത് കറക്റ്റ് നമുക്ക് റൂട്ട് ഉണ്ടാകണം. എനിക്ക് എൻ്റെ നാട്ടിലൊരു സുഹൃത്ത് എല്ലാ ദിവസവും 1000 പേർക്ക് നേർവഴി അദ്ദേഹം അയച്ചു കൊടുക്കും. ഞാനിപ്പോഴും നിസ്കാരത്തിൻ്റെ ഇക്കാമത്തിൻ്റെയും നിസ്കാരത്തിൻ്റെ സമയം നോക്കുന്നത് മൂപ്പിരിട്ടിരുന്ന സാധനമാണ്. അപ്പോൾ എൻ്റെയൊക്കെ നിസ്കാരത്തിൻ്റെ ഒരു ഓഹരി ആർക്ക് കിട്ടും? ഫ്രൂട്ട്സ് കടയിൽ ജോലി ചെയ്യുന്ന, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത എൻ്റെ സുഹൃത്തിന് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താ? മൂപ്പിരെടുക്കുന്നൊരു പണിക്ക് അത്രയേറെ മഹത്തുണ്ട്. നമുക്കിപ്പോൾ എപ്പോഴും കലണ്ടറിൽ നോക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആ ഗ്രൂപ്പ് എന്താക്കിക്കണേ ഇങ്ങനെ പുറത്ത് കൊടുത്തിട്ടാണ്. വേഗം ക്ലിക്ക് കഴിഞ്ഞാൽ നിസ്കാരത്തെ സമയത്ത് കാണും, നേർവഴി കയ്യിലാണ് വരിക. അപ്പോൾ എന്തായി? വേഗം നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങൾ പെട്ടെന്ന് തൃപ്തിപ്പാക്കും. അപ്പോൾ നമ്മുടെ വിവാദത്തിൻ്റെ കൂലി പോലും അങ്ങോട്ട് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ബോധ്യപ്പെട്ട ഹദീസ് അത് ആളുകൾക്ക് എത്തിക്കുന്ന മൈൻഡിലുള്ളത് കൊണ്ടാണ്. 3 ലക്ഷത്തിനപ്പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു സുഹൃത്തിനൊരു യൂട്യൂബിൻ്റെ ഓണർ എനിക്കറിയാം. മൂപ്പര് ഗൾഫിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ജോലി ചെയ്യുന്ന ഒരു സാധുവായ നമ്മുടെ പ്രവർത്തകനാണ്. അദ്ദേഹമാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പിന്നിൽ ഭാര്യയ്ക്ക് പോലും അറിയില്ല, ഉമ്മാക്ക് പോലും അറിയില്ല. അത്ര രഹസ്യമായി നന്മ ചെയ്യുന്ന മനുഷ്യനാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയോ? ജോലി തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം ഒരു ഹെഡ്സെറ്റും വെച്ചും കണ്ട് എന്താക്കും, ഇറങ്ങണ ഏകദേശം എല്ലാ കുത്തുബോളും മൂപ്പര് കേൾക്കും. എന്നിട്ട് കറക്റ്റ് ഭാഗം മുറിക്കും. എന്നിട്ടൊരു തമ്മിലും വെച്ചും കണ്ട് എന്താക്കും, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇഷ്ടം പോലെ ആളുകളെ കേൾക്കുക. ഒരു 10 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും 30,000 40,000 വ്യൂസൊക്കെ ഉള്ള സംഗതികളുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടേ? നമ്മുടെ ഫാമിലി കോൺഫറൻസ് നടന്നില്ലേ, ഒരു 10,000 പേരൊക്കെ ഒരു അങ്ങനത്തെ ഇപ്പോൾ ആ സദസ്സ് നമ്മൾ കണ്ടില്ലേ അല്ലേ? അപ്പുറത്തേക്കണ ആളിൽ ഇവിടെക്കണ ആളാന്ന് ആരും അറിയില്ല, ഇവിടെക്കണ ആൾക്ക് അവർക്ക് അറിയില്ല. ആസംഖ്യം വരുന്ന ജനാണ്. അവർ 40,000 ആൾ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ എത്തി. ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് അറിയാം തോഫിക്ക് സുഹൃത്തുക്കളെ? ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള പരിപൂർണമായൊരു ബോധം, അതിനോടൊരു ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ്. എന്താ മെച്ചം? നമ്മൾ മുഖേന ഒരാൾ സുന്നത്ത് പകർത്തിയാൽ അവന് ചെയ്യുന്നതിൻ്റെ കൂടെ പ്രതിഫലം നമുക്ക്, അല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, പഠിക്കുക, നന്നായി പഠിക്കുക, കൃത്യതയോടുകൂടെ പഠിക്കുക, ശരിയായ സ്രോതസ് നമ്മൾ പഠിക്കുക, ബോധ്യപ്പെട്ട സംഗതി നമ്മളിൽ നിന്ന് ഒതുക്കാതെ പരമാവധി ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുക. അത് കേവലം വാട്സപ്പ് മീഡിയ മാത്രം ഉപയോഗിച്ചിട്ടല്ല. നമ്മൾ എടുത്തിരിക്കുമ്പോൾ ഒരാൾ പറയാൻ പറ്റുമോ? നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ എപ്പോഴും ഒരു ദാഇയാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അവസാനത്തെ പോയിന്റ് അദ്ദിഫാഉ അൻഹാ വൽ ഗളബു ലഹാ എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പ്രതിരോധിക്കുക എന്നാണ്. അപ്പം നമ്മുടെ ഉമ്മാനെക്കുറിച്ച്, വാപ്പാനെക്കുറിച്ച്, നമ്മുടെ ഭാര്യനെക്കുറിച്ച് സമൂഹ മധ്യത്തിൽ എന്തെങ്കിലും ഒരു അപവാദം പ്രചരിപ്പിന്ന് കണ്ടാൽ നമുക്ക് ഉറക്കം വരുമോ? നമുക്ക് പ്രയാസം ഉണ്ടാകും. അതിൻ്റെ സത്യത ബോധ്യപ്പെടുത്താൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുമോ? അവിടെ നമ്മൾ നമ്മുടെ ക്യാഷ് നോക്കുമോ? ഇല്ലല്ലോ, നോക്കൂല. എന്തേ? ഇവരോടൊക്കെ നമുക്ക് അത്രയേറെ ബാധ്യത ഉണ്ട് അല്ലേ? ആദ്യം പറഞ്ഞു വെച്ച വാചകം നമുക്ക് ഓർക്കണം, അവരെക്കാൾ ബാധ്യത നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. സമൂഹം കൊത്തിവലിക്കുകയാണ്. പ്രവാചകൻ്റെ സുന്ദരമായ ആദർശത്തെ പിച്ച് ചീന്തി തെറ്റിദ്ധരിപ്പിച്ച് 4 ആളെങ്കിലും ആ റൂട്ടിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇരുട്ടിൻ്റെ ശക്തികൾ ദിനം പ്രതി കള്ള ആരോപണങ്ങൾ, നബി നിന്ദകൾ, പല സംഗതികളും ഇറക്കി വിടുമ്പോൾ ആ അപവാദങ്ങൾക്കെതിരെ മറുപടി പറയാൻ എപ്പോഴും ഒരു ന്യൂനപക്ഷം ഭൂമി ലോകത്തുണ്ടാകുന്ന അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അതിൽ നമ്മളുണ്ടാകണം. നമുക്കെന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമ്പത്ത് അവിടെ വിനിയോഗിക്കപ്പെടണം. നമ്മുടെ സമയം അതിനുവേണ്ടി വിനിയോഗിക്കപ്പെടണം. നമ്മുടെ അൽഹംദുലില്ലാ വിസ്ഡം കൂട്ടായ്മയിൽ ഒരുപാട് സംരംഭങ്ങൾ, ഡയലോഗ് അല്ലേ, എടുത്തു പറയേണ്ടതാണ്. ഒരു പ്രോഗ്രാം 2 ലക്ഷം 3 ലക്ഷം റുപ്യ ചിലവുണ്ടാവും. പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന റിസൾട്ട് എത്ര വലുതാണ്. നമ്മൾ ആരെയാണ് സംരക്ഷിച്ചത്? നമ്മൾ കൊടുത്ത നാണയത്തൊട്ട് ആരെ സംരക്ഷിക്കാനാണ് സഹോദര? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അപകീർത്തിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ, അതിനെതിരെ പോരാടുക, അതിനെതിരെ പ്രതിരോധിക്കുക എന്ന് നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് ശറഅ് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ആരുടെ ഔദാര്യമല്ലത്, നമ്മുടെ ബാധ്യതയാണത്. ഈ ബാധ്യതകളൊക്കെ കണ്ട് പൂർത്തീകരിച്ചിട്ടും കണ്ട് ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെടുമ്പോഴാണ് മർറജുലുല്ലദീ ബുഇസ ഫീക്കും, ഇയാൾ അറിയോ എന്ന് ചോദിച്ചിങ്ങൊരു ചോദ്യം നബിയുമായി ബന്ധപ്പെട്ട് വരിക. ഈ കടമകൾ സുന്ദരമായി കടന്നൊരു മനുഷ്യൻ മറുപടി പറയും,
കണ്ടിട്ടില്ലെങ്കിലും അവൻ മറുപടി പറയും, ഇതെൻ്റെ മുത്ത് മുഹമ്മദ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന്. സഹോദര, അവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം. എന്തല്ലെങ്കിൽ നാളെ നമ്മളെ ഇറക്കി വെക്കപ്പെടുന്ന ഖബറിൽ നമ്മളെ കാത്തിരിക്കുന്ന ചോദ്യത്തിന് മുൻപിൽ ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. അതിന് ഈ ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടുള്ള നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചര്യകളെ അനുധാവനം ചെയ്ത് പരമാവധി പഠിച്ച് മനസ്സിലാക്കി അതിന് വക്കാറ് കൊടുത്ത് ബഹുമാനം കൊടുത്ത് ആദരവ് കൊടുത്ത് അതാണ് ഏറ്റവും നല്ലതെന്ന് ബോധ്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ പരമാവധി ആളുകൾക്ക് എത്തിക്കാനുള്ള പരിശ്രമം, അതിൻ്റെ മാർഗത്തിൽ നമ്മൾ സമയം ചെലവഴിച്ചു, അതിനുവേണ്ടി നമ്മൾ സമ്പത്ത് ചെലവഴിച്ചു, അതിനുവേണ്ടി ഓടി നടന്നു. ഈ സുന്നത്തിനെ പകർത്തുന്ന ആളുകളെ പോലും നമ്മൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സുന്നത്തിനെ നെഞ്ചകത്തേക്ക് ചേറ്റ് ജീവിതത്തിൻ്റെ സിരകളിലേക്ക് അതിനെ പറിച്ചു നട്ട് മുന്നോട്ട് പോകുന്നിടത്ത് നമ്മളെ കാത്ത് വിജയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അവർ നാളെ പരലോകത്ത് സ്വർഗത്ത് അമ്പിയാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ നാളെ സ്വർഗം പങ്കിടും. എത്ര നല്ല കൂട്ടുകാർ! സഹോദരങ്ങളെ, ആ ന്യൂനപക്ഷത്ത് നമ്മളും ഉണ്ടാകണം. അതിനു വേണ്ടി നമ്മൾ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് പോവുക. റഹ്മാനായ റബ്ബ് നല്ലൊരു മനസ്സ്, നല്ലൊരു തോക്കത്ത്, അറിവ് എല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മൾ ഒരുമിച്ചിരുന്നതിനേക്കാൾ സന്തോഷത്തോടു കൂടെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ചിരിക്കാനുള്ള തൗഫീക്ക്, ആഫിയത്ത് എല്ലാം റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല സമയങ്ങളും ഏറ്റവും നന്നായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തി ഈ റമദാനിലൂടെ നമ്മുടെ എല്ലാവിധ പാപങ്ങളും കഴുകിക്കളഞ്ഞ് നല്ലൊരു മനുഷ്യനായി വിശുദ്ധിയോട് കൂടെയുള്ള ഒരാളായിക്കൊണ്ട് മാറാൻ, അതൊക്കെ ശിഷ്ടകാല ജീവിതത്തിലും നടപ്പിൽ വരുത്താനുള്ള തൗഫീക്ക് റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. അവരെയും നമ്മളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്തിനെ ജീവിതത്തിൽ പകർത്താനുള്ള എല്ലാവിധ വിശാലമായ മനസ്സ് റബ്ബ് നമുക്ക് നൽകട്ടെ. ഹാദാ ഹുവ ഇൻദി വല്ലാഹു അലം ബിസ്സവാബ് വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.